ഹായ്. നമ്മൾ ഇന്ന് നമ്മുടെ സിലബസിലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഏരിയയിലെ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ സബ് ടോപ്പിക്കിലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബ്രീഫായിട്ട് സിലബസ് എന്താണെന്ന് നോക്കാം. പ്രിലിംസിന്റെ സിലബസ് ആണ്. കമ്പ്യൂട്ടർ സയൻസിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നമുക്ക് ഹാർഡ്വെയർ പഠിക്കാനുണ്ട്. ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, മെമ്മറി ഡിവൈസസ് ഉണ്ട്. ഇതിന്റെയൊക്കെ നെയിംസും യൂസസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, എക്സാമ്പിൾസ് ഇത്രയാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനുണ്ട്, പിന്നെ ഈ സോഫ്റ്റ്വെയർ പാക്കേജസിന്റെ ആപ്ലിക്കേഷനെ പറ്റി പഠിക്കാനുണ്ട്, പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ട്. പ്രോഗ്രാമിംഗിൽ നമുക്ക് ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യമില്ല, ഇൻസ്ട്രക്ഷൻസിന്റെ ടൈപ്പാണ് പഠിക്കാനുള്ളത്. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ പറ്റി, നെറ്റ്വർക്ക് ഡിവൈസസിനെ പറ്റിയും പഠിക്കാനുണ്ട്. ഇന്റർനെറ്റിന്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ പ്രിലിംസിൽ നമുക്ക് IT സൈബർ ക്രൈംസും സൈബർ ലോസും പഠിക്കാനുണ്ട്. പിന്നെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മെയിൻസിലേക്ക് വരുന്ന സമയത്ത് സെയിം സിലബസ് തന്നെയാണ്. നേരത്തെ കണ്ട സൈബർ ക്രൈം, സൈബർ ലോ ഏരിയാസ് ഒക്കെ നമ്മൾ മെയിൻസിൽ ഗവർണൻസ് പോർഷനിലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് IT നോക്കാനുള്ളത്. ഓക്കെ, ടോപ്പിക്കിലേക്ക് വരാം. ഹാർഡ്വെയറിലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിന് ലാസ്റ്റ് നോക്കും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, ഓൾമോസ്റ്റ് എല്ലാ വർഷവും പ്രിലിംസിനും മെയിൻസിനും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്? ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഞാനൊരു യൂസറാണ്, എൻ്റെ അടുത്തൊരു കമ്പ്യൂട്ടർ ഉണ്ട്. യൂസറും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഗ്യാപ്പ് ഡാറ്റയുടെ ഫ്ലോ ഹാൻഡിൽ ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ബ്രിഡ്ജ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. യൂസർ ഉണ്ട്, നമുക്കൊരു കമ്പ്യൂട്ടർ ഉണ്ട്. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് ഡാറ്റ ഫ്ലോ മാനേജ് ചെയ്തുകൊണ്ട് ബ്രിഡ്ജ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ChatGPT-ക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, എനിക്കൊരു കവിത എഴുതി തരാൻ വേണ്ടിയിട്ട്. ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത്, ഞാൻ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കീബോർഡ് വഴിയായിരിക്കും. എന്നിട്ട് അത് കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്തിട്ട് എൻ്റെ മോണിറ്റർ വഴി എനിക്ക് ആ ഔട്ട്പുട്ട് എനിക്ക് കാണിക്കുന്നു. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇൻപുട്ട് ഡിവൈസസ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിനോട് ഒരു കാര്യം ചെയ്തു തരാൻ വേണ്ടി പറയണം. അപ്പോൾ എൻ്റെ ലാംഗ്വേജ് ഒരുപക്ഷെ കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എൻ്റെ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിലേക്ക് മാറ്റുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇൻപുട്ട് കൊടുത്തു, കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്തു, എന്നിട്ട് എനിക്ക് ഔട്ട്പുട്ട് തരണം. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ സിഗ്നലുകളെ ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറ്റുന്ന ഡിവൈസുകളാണ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡിവൈസസ് കണക്ട് ചെയ്യുന്നത് CPU കണക്ട് ചെയ്യുന്നു. വയർലെസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഡിവൈസസ് കണക്ട് ചെയ്യുന്നത്. അതല്ലാണ്ട് നമുക്ക് വയേർഡ് ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. CPU-ന്റെ പുറത്ത് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് പെരിഫറൽസ് എന്ന് നമുക്ക് ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസിനെ വിളിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇൻപുട്ട് ഡിവൈസസ് എന്താന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹ്യൂമൻ റീഡബിൾ ഇൻഫർമേഷൻസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോമിലേക്ക്, ഫോർ എക്സാമ്പിൾ ബൈനറി, അതിലേക്ക് മാറ്റുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസുകൾ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. ഓക്കെ, കീബോർഡ് എന്താണ് ചെയ്യുന്നത്? ആൽഫബറ്റ്സും നമ്പേഴ്സും അതുപോലെ മറ്റ് ക്യാരക്ടേഴ്സും ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് കീബോർഡ്. ഓക്കെ, ഞാൻ കീബോർഡിൽ ഒരു കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഇലക്ട്രിക് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നതിലൂടെ കീബോർഡ് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സറിലേക്ക് ആ സിഗ്നൽസ് അയക്കുന്നു. ഓക്കെ, ആ സിഗ്നൽസ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കൊരു കോഡ് ഉണ്ട്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്.
ASCII. സോ ഈ സിഗ്നൽസ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞൊരു കോഡിനെയാണ്. ഈ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ഇൻപുട്ട് ചിലപ്പോൾ ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ ബാക്കി ക്യാരക്ടേഴ്സ് ആവാം. സോ ഈ ഇൻപുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഉണ്ടായിരിക്കും. സോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഈ കോഡ് അനുസരിച്ച് അത് നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ നമ്പേഴ്സിനെ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് അത് പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, സോ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു, സിഗ്നൽസ് അയക്കുന്നു. ആ സിഗ്നൽ കറസ്പോണ്ട് ചെയ്യുന്നത് ഈ ASCII എന്ന് പറഞ്ഞ കോഡാണ്. ആ കോഡ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ നമ്പേഴ്സ് ആയിട്ട് മാറ്റുന്നു. ആ നമ്പേഴ്സിനെ കമ്പ്യൂട്ടറിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. സോ 1986 സ്റ്റാൻഡേർഡ് US കീബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 101 കീസ് ആണുള്ളത്. അതിന്റെ ലേ ഔട്ട് നമ്മൾ QWERTY ഡിസൈൻ എന്നാണ് പറയുന്നത്. QWERTY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡിന്റെ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിലുള്ള ലെറ്റേഴ്സ് ആണ് QWERTY. സോ QWERTY എന്നാണ് സ്റ്റാൻഡേർഡ് US കീബോർഡിനെ അതിന്റെ ലേ ഔട്ടിന് നമ്മൾ വിളിക്കുന്നത്. സോ വയേർഡ് കീബോർഡ് ഉണ്ട്, വയർലെസ് ആയിട്ടുള്ള കീബോർഡ് ഉണ്ട്. സോ വയേർഡ് കീബോർഡ് നമ്മൾ CPU കണക്ട് ചെയ്യുന്നത് PS2 പോർട്ട് ത്രൂ എ സീരിയൽ PS2 പോർട്ട് അല്ലെങ്കിൽ ഒരു USB പോർട്ട് വഴിയാണ്. PS2 പോർട്ട് പണ്ടൊക്കെയുള്ള CPU ബാക്കിൽ ഒരു പിൻ പോലെ ഉണ്ടാവും. സോ അതാണ് PS2 പോർട്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വൈകിട്ട് യൂസ് ചെയ്യുന്ന USB പോർട്ട് ഉണ്ട്. അതല്ലാതെ തന്നെ വയർലെസ് കീബോർഡുകൾ ഉണ്ട്. ഇൻഫ്രാറെഡ് റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ഷൻസ് വഴി കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വയർലെസ് കീബോർഡുകളുണ്ട്. പോർട്ടബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ കീബോർഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലേസർ കീബോർഡുകളുണ്ട്. നമുക്കൊരു സർഫസിലേക്ക് കീബോർഡിന്റെ ലേ ഔട്ട് പ്രൊജക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസർ കീബോർഡ് പോലെയുള്ള കീബോർഡുകളും ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, സോ അടുത്ത ഇൻപുട്ട് ഡിവൈസ് മൗസ് ആണ്. സോ മൗസ് ബേസിക്കലി നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സിനെ കമ്പ്യൂട്ടറിൽ ഉള്ള കേഴ്സർ മൂവ്മെന്റ് ആയിട്ട്, നമ്മുടെ സ്ക്രീനിലുള്ള കേഴ്സർ മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള സ്മോൾ ഡിവൈസ് ആണ്. ഒരു പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, കേഴ്സർ മൂവ്മെന്റ് പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിലൂടെ നമുക്ക് സ്ക്രോൾ ചെയ്യാനും സെലക്ട് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. സോ 1 or more ബട്ടൺസ് ഉണ്ട്. ഒരു സ്ക്രോൾ വീലും ഉണ്ടായിരിക്കും. സ്ക്രോൾ വീൽ നമ്മൾ സ്ക്രോളിംഗ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. വെർട്ടിക്കലി അല്ലെങ്കിൽ ഹൊറിസോണ്ടലി സ്ക്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ക്രോൾ വീൽ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൗസ് ഉണ്ട്. ബോൾ മൗസ് ഉണ്ട്, ഒപ്റ്റിക്കൽ മൗസ് ഉണ്ട്, അതുപോലെ തന്നെ ലേസർ മൗസ് ഉണ്ട്. സോ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഈ മൂവ്മെന്റ്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബോൾ മൗസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സ്ക്രോൾ വീൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ബോൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ മൗസിൽ LED യൂസ് ചെയ്തിട്ടാണ്. ലേസർ മൗസിലാണെങ്കിൽ ലേസർ ബീംസ് യൂസ് ചെയ്തിട്ടാണ് ഈ മൂവ്മെന്റ്സിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സിനെ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അതിനെയാണ് അത് കേഴ്സർ മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ആ ഹാൻഡ് മൂവ്മെന്റ്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൗസിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, വയർഡ് മൗസ് ഉണ്ട്. നേരത്തെ കീബോർഡിലെ സെയിം സംഭവം തന്നെയാണ്. സീരിയൽ PS2 അല്ലെങ്കിൽ USB പോർട്ട് വഴി കണക്ട് ചെയ്യാൻ പറ്റും. വയർലെസ് മൗസ് നമുക്ക് റേഡിയോ വേവ്സ് വഴി കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇനി വരുന്നത് ലൈറ്റ് പെൻ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ്. ലൈറ്റ് പെൻ ഇന്ന് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. സോ പെന്നിന്റെ ഷേപ്പിലുള്ള ഒരു ഡിവൈസ് ആണ്. അതിന്റെ ടിപ്പിൽ ഒരു ലൈറ്റ് സെൻസിറ്റീവ് എലമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഞാനിപ്പോ ഒരു പെൻ എടുത്തിട്ട്, ഈ ലൈറ്റ് പെൻ എടുത്തിട്ട് എന്റെ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ലൈറ്റ് സെൻസിറ്റീവ് എലമെന്റ് സ്ക്രീനിൽ നിന്നുള്ള ലൈറ്റ് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് കമ്പ്യൂട്ടറിന് അത് ആ ഡിറ്റക്ട് ചെയ്യുന്നതിലൂടെ കമ്പ്യൂട്ടറിന് ഈ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാനും ബാക്കി നമുക്ക് ആ ലൈറ്റ് പെൻ ഉപയോഗിച്ച് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇതാണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. ഇത് കണക്റ്റഡ് ആയിരിക്കും. ടിപ്പിൽ ഒരു ലൈറ്റ് സെൻസിറ്റീവ് എലമെന്റ് ഉണ്ടായിരിക്കും. സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ നിന്നുള്ള ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് കമ്പ്യൂട്ടറിന് സിഗ്നൽസ് കൊടുക്കും. ഓക്കെ, സോ സ്ക്രീനിൽ ഡയറക്ട്ലി വരയ്ക്കാൻ വേണ്ടി സഹായിക്കും. CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, അതുപോലെ അതൊക്കെ പോലെയുള്ള
ഡ്രോയിങ് പേർപ്പസസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇന്ന് നമുക്ക് ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. സോ ലൈറ്റ് പെൻ ഇന്ന് അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ല. ഓക്കെ, ഇനി എല്ലാവർക്കും അറിയുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫിംഗർ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ ടച്ച് ഉപയോഗിച്ച് നമുക്ക് സ്ക്രീനിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും വേണ്ടി പറ്റുന്നു. സ്റ്റൈലസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? സോ എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഓക്കെ, സോ ഞാനിപ്പോ എന്റെ ഫിംഗർ ഉപയോഗിച്ച് അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള സ്റ്റൈലസ് ഉപയോഗിച്ച് ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ആവുന്നു. ഓക്കെ, ഇപ്പോ ഇതാണ് എന്റെ കയ്യിലുള്ള ടച്ച് സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ ഏരിയയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ആവുന്നു. ഈ സ്ക്രീനിലുള്ള ഗ്രിഡ് സെൻസറുകൾ ഈ ഇലക്ട്രിക് ഫീൽഡിലെ ചേഞ്ച് ഡിറ്റക്ട് ചെയ്യുന്നു, എന്നിട്ട് പ്രോസസറിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് സിഗ്നൽസ് കൊടുക്കുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള ആക്ഷൻ അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഇപ്പൊ സൂം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ കൈ മൂവ്മെന്റ് ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു പെർട്ടിക്കുലർ രീതിയിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ആവുന്നു. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വേറെ രീതിയിൽ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ആവുന്നു. അത് ഈ ഗ്രിഡ് സെൻസർ ഡിറ്റക്ട് ചെയ്യുന്നു, എന്നിട്ട് സിഗ്നൽസ് അയക്കുന്നു. സോ അങ്ങനെയാണ് ടച്ച് സ്ക്രീൻ വർക്ക് ആവുന്നത്. ഓക്കെ, സോ മറ്റൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് ഗ്രാഫിക് ടാബ്ലറ്റ്. ഓക്കെ, സോ ഒന്നുമില്ല, ഒരു ഡ്രോയിങ് ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റൈറ്റിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ പെൻ. ഈ റൈറ്റിംഗ് ഏരിയയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു പേനയുണ്ട്, റൈറ്റിംഗ് ഏരിയ ഉണ്ട്. സോ ഗ്രാഫിക്കൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ള പെന്നാണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പെൻസും ഓൾമോസ്റ്റ് പ്രഷർ സെൻസിറ്റീവ് ആണ്. നമ്മൾ കൊടുക്കുന്ന പ്രഷർ അനുസരിച്ച് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ലൈറ്റ് ആയിട്ട് എനിക്ക് ലൈൻ വരയ്ക്കണമെങ്കിൽ അങ്ങനെ കൂടുതൽ പ്രഷറിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ള പെൻസ് ആണ് ഗ്രാഫിക് ടാബ്ലറ്റിൽ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ടച്ച് പാഡ്. ടച്ച് പാഡ് നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. മൗസ് ഇല്ലാതെ തന്നെ മൗസിന്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് ടച്ച് പാഡ്. ഓക്കെ, എക്സ്റ്റേണൽ കീബോർഡിലും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്സിലൊക്കെ നമുക്ക് ടച്ച് പാഡ് കാണാൻ വേണ്ടി പറ്റും. മൗസ് പോയിന്റർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്റ്റേണൽ മൗസിന്റെ സഹായം ഇല്ലാണ്ട് നമുക്ക് മൗസ് പോയിന്റർ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ച് പാഡ് നമ്മളെ സഹായിക്കും. ഓക്കെ, സോ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടായിരിക്കും. പിന്നെ മോസ്റ്റ് ഓഫ് ദി ടച്ച് പാഡിൽ ഇങ്ങനെ അതിന്റെ തൊട്ട് താഴെയായിട്ട് 2 ബട്ടൺസ് ഉണ്ടായിരിക്കും. സോ ഈ സർഫസിൽ നമുക്ക് ഫിംഗർ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കേഴ്സർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സെലക്ട് ചെയ്യാനും ബാക്കിയുള്ള ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഓഫ് ദി ടച്ച് പാഡ്സിൽ നമുക്ക് താഴെ ബട്ടണും ഉണ്ടായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്ക്. സോ ഗെയിംസ് ഒക്കെ കളിക്കുന്നവർക്ക് വളരെ സുപരിചിതമായിരിക്കും ജോയ്സ്റ്റിക്ക്. സോ എന്താണ്, നമുക്ക് സ്ക്രീനിൽ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും എസ്പെഷ്യലി വീഡിയോ ഗെയിംസ് കളിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ട്രെയിനിങ് സിമുലേറ്റേഴ്സിനെ റോബോട്ട്സിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ജോയ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പോയിന്റിംഗ് ഡിവൈസ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. എന്താണ് ജോയ്സ്റ്റിക്കിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറയുന്നത്? ഒരു വെർട്ടിക്കൽ സ്റ്റിക്ക് ഉണ്ട്. സോ ഈ സ്റ്റിക്ക് എല്ലാ ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിലൂടെ നമുക്ക് സ്ക്രീനിലുള്ള ഒരു കാര്യം, അതിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പിൽ നമുക്കൊരു പോയിന്ററും കൂടി ഉണ്ട്. സോ ആ പോയിന്റർ വഴി നമുക്ക് ഒരു പെർട്ടിക്കുലർ സാധനം സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സ്ക്രീനിലുള്ള കാര്യങ്ങളുടെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാനും സെലക്ട് ചെയ്യാനും ജോയ്സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് മൈക്രോഫോൺ ആണ്. സോ മൈക്രോഫോൺ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഒരു ഡയഫ്രം ഉണ്ടായിരിക്കും. ഇത് മൈക്രോഫോണിന്റെ ഒരു ഡയഗ്രം ആണ്. സോ ഇവിടെ ഒരു ഡയഫ്രം ഉണ്ട്. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന സൗണ്ട്, അത് സൗണ്ട് വേവ്സ് ആണ്. സൗണ്ട് വേവ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് നമുക്കറിയാം. സോ ഈ സൗണ്ട് വേവിനെ മൈക്രോഫോൺ എന്ത് ചെയ്യും? ആദ്യം ഒരു ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ സൗണ്ട് വേവ് വന്നിട്ട് ഈ ഡയഫ്രത്തിലിരിക്കും. സോ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതിലൂടെ ഈ സൗണ്ട് വേവിനെ ഒരു ഇലക്ട്രിക് സിഗ്നൽ ആയിട്ട് മൈക്രോഫോൺ
കൺവേർട്ട് ചെയ്യും. സോ ഈ ഇലക്ട്രിക് സിഗ്നലിന്റെ രൂപത്തിലുള്ള സൗണ്ടിനെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ള അനലോഗ് ഇൻ നേച്ചർ. സോ മൈക്രോഫോൺ അക്സെപ്റ്റ് ചെയ്യുന്നത് അനലോഗ് നേച്ചറിലുള്ള സൗണ്ടിനെയാണ്. അനലോഗ് നേച്ചറിലുള്ള സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവിന്റെ ഫോർമാറ്റിൽ വന്ന സൗണ്ടിനെ ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതിലൂടെ അത് ഇലക്ട്രിക് സിഗ്നലിന്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക്, കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ സൗണ്ട് വരുന്നു, ഡയഫ്രത്തിൽ ഇടിക്കുന്നു, വൈബ്രേറ്റ് ചെയ്യുന്നു, ഇലക്ട്രിക് സിഗ്നലിലേക്ക് മാറ്റുന്നു, അതിനുശേഷം അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, സ്പീച്ച് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർസ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ട്. വിൻഡോസ് 7 ഇൻബിൽട്ട് ആയിട്ടുള്ള സ്പീച്ച് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം അത് നമുക്ക് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ കൊടുക്കുന്ന സൗണ്ടിനെ ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്പീച്ച് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയറുകൾ. ഓക്കെ, വോയിസ് റെക്കഗ്നിഷൻ പ്രോഗ്രാം ക്യാൻ പ്രോസസ് ദ ഇൻപുട്ട് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു മെഷീൻ റെക്കഗ്നൈസബിൾ കമാൻഡ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന മറ്റൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ. ഓക്കെ, സോ സ്കാനർ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷന്, പിക്ചർ, ടെക്സ്റ്റ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസിനെ അത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ആക്കി മാറ്റിയിട്ട് നമുക്കത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എൻ്റെ അടുത്തൊരു പേപ്പർ ഉണ്ട്, എനിക്ക് ആ പേപ്പർ PDF ഫോർമാറ്റിലേക്ക് മാറ്റണം. അപ്പൊ ഞാൻ സ്കാനറിൽ വെക്കുന്നു, സ്കാനർ അതിനെ സ്കാൻ ചെയ്തിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് PDF ആയിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ആയിട്ട് മാറ്റുന്നു. ഓക്കെ, സോ ഞാൻ സ്കാൻ ചെയ്യുന്ന, എൻ്റെ സ്കാനർ ഉപയോഗിച്ച് ഞാൻ സ്കാൻ ചെയ്യുന്ന ഇമേജിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ റെസൊല്യൂഷൻ ആണ്. സ്കാനറിന്റെ റെസൊല്യൂഷൻ അനുസരിച്ചിരിക്കും എനിക്ക് എത്ര ക്വാളിറ്റിയിൽ ആ സ്കാനിങ് പേർപ്പസ് നടത്താം, അല്ലെങ്കിൽ അത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാം എന്നുള്ളത്. ഓക്കെ, സോ ഈ റെസൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിലാണ്. ഓക്കെ, സോ ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ എത്ര ഇൻഡിവിജ്വൽ ഇങ്ക് ഡോട്ട്സ് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ സ്കാനറിന് എത്ര ഇൻഡിവിജ്വൽ ഇങ്ക് ഡോട്ട്സ് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നതിന്റെ മെഷർമെന്റ് ആണ് ഡോട്ട്സ് പെർ ഇഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഡോട്ട്സ് പെർ ഇഞ്ച് കൂടുതലായിരിക്കണം. ബെറ്റർ റെസൊല്യൂഷൻ കിട്ടണമെങ്കിൽ DPI കൂടുതലായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇൻഡിവിജ്വൽ ഇങ്ക് ഡോട്ട്സ് വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച്ഡ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കൂടുതൽ റെസൊല്യൂഷനുള്ള അല്ലെങ്കിൽ ബെറ്റർ ക്വാളിറ്റിയിലുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കാനേഴ്സ് ഉണ്ട്. ഫ്ലാറ്റ് ബെഡ് ഉണ്ട്, ഷീറ്റ് ഫീഡ് ഉണ്ട്, ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് ഉണ്ട്. സോ ഷീറ്റ് ഫീഡ് സ്കാനർ, സോ പേര് പോലെ തന്നെ ഞാൻ ഷീറ്റ്സ് ഫീഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു സിംഗിൾ ഷീറ്റ് ആണ് അറ്റ് എ ടൈം സ്കാൻ ചെയ്യാൻ പറ്റുക. അതിനുശേഷം ഞാൻ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിലേക്ക് വേറെ ഷീറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. സോ എനിക്ക് ബൾക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്റെ കയ്യിലില്ല, എനിക്ക് കുറച്ച് ഫ്യൂ പേജസ് മാത്രം സ്കാൻ ചെയ്യാനുള്ളൂ. സോ ആ കേസിൽ എനിക്ക് ഷീറ്റ് ഫീഡ് സ്കാനർ യൂസ് ചെയ്യാം. പിന്നെ ഒരു ഫ്ലാറ്റ് ബെഡ് സ്കാനർ ആണ്. ഇപ്പോൾ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, ഒരു വലിയ ബുക്ക് എനിക്ക് സ്കാൻ ചെയ്യണം. അപ്പൊ എനിക്ക് ഷീറ്റ് ഫീഡിലെ പോലെ എനിക്ക് ഓരോ ഷീറ്റും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. സോ ആ കേസിൽ ഒരു ബൾക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഒക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കാനർ ആണ് ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് പോർട്ടബിൾ അല്ല, ഷീറ്റ് ഫീഡ് പോലെ പോർട്ടബിൾ അല്ല ഫ്ലാറ്റ് ബെഡ് സ്കാനർ. ഓക്കെ, ഇനി വരുന്നത് ഹാൻഡ് ഹെൽഡ് സ്കാനർ ആണ്. അത് പോർട്ടബിൾ ആണ്, പക്ഷെ നമ്മൾ മാനുവലി മൂവ് ചെയ്തിട്ട് വേണം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ QR കോഡ് സ്കാനർ ഒക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് QR കോഡ്, ബാർ കോഡ് സ്കാനർ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ ഹാൻഡ് ഹെൽഡ് സ്കാനർ ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത ഒരു ഡോക്യുമെന്റിലെ പ്രിന്റഡ് ടെക്സ്റ്റ്, അത് ഞാൻ സ്കാൻ ചെയ്ത ഡോക്യുമെന്റിലെ ടെക്സ്റ്റ് മാത്രമായിട്ട് ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഒപ്റ്റിക്കൽ
ക്യാരക്ടർ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്, എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. OCR SDK, ഹിന്ദി OCR സോഫ്റ്റ്വെയർ, അക്ഷര മലയാളം OCR, ഇതൊക്കെ നമ്മുടെ OCR സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി ശരിക്കും ഇങ്ങനത്തെ സോഫ്റ്റ്വെയറിന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ ജസ്റ്റ് ChatGPT ഒരു ഇമേജ് കൊടുത്തിട്ട് എക്സ്ട്രാക്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ടെക്സ്റ്റ് മാത്രമായിട്ട് കിട്ടും. സോ അതിന് യൂസ് ചെയ്തിരുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർസ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് നമ്മുടെ OMR റീഡർ, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരും OMR-ൽ പരീക്ഷകൾ എഴുതിയിട്ടുള്ള ആളുകളായിരിക്കും. സോ നമുക്കൊരു OMR ഷീറ്റിൽ ബബിൾ ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്, ഫില്ല് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഒരു OMR റീഡർ അല്ലെങ്കിൽ OMR റീഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്പെഷ്യലൈസ്ഡ് ഡിവൈസ് ആണ് അത്. ഈ പേപ്പർ, ഇതാണ് നമ്മുടെ OMR ഷീറ്റ് എന്നുള്ളത്. സോ ഈ OMR ഷീറ്റ് സ്കാൻ ചെയ്യും. ഇത്രയേ ഉള്ളൂ ചെയ്യുന്നത്. നമ്മൾ പ്രീ ഡിഫൈൻഡ് ഏരിയാസിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. നമ്മൾ ബബിൾ ചെയ്യുന്നു. ഇപ്പോ 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിൽ ഇപ്പൊ D ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഞാൻ ഡിയിൽ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതൊരു പ്രീ ഡിഫൈൻഡ് ഏരിയ ആണ്. നമ്മൾ ഈ ഡിയിൽ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. ബബിൾ ചെയ്തിട്ടില്ല, വേറെയാണ് ഞാൻ ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ റീഡറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് ഈ പ്രീ ഡിഫൈൻഡ് ഏരിയാസിൽ ഉള്ള നമ്മൾ മാർക്ക് ചെയ്തതിന്റെ പ്രസൻസും ആബ്സെൻസും വെച്ചിട്ട് അത് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റും. ഇപ്പൊ ഞാൻ ഡിയിലാണ് ബബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് +2 ആയിരിക്കും ചിലപ്പോ. അതല്ല, ഞാൻ വേറൊരു ഓപ്ഷനാണ് മാർക്ക് ചെയ്തത് അതർ ദാൻ ഡി, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ മൈനസ് വരും. സോ ഇങ്ങനെയുള്ള ഇൻപുട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. സോ നമ്മളുടെ മാർക്ക് ചെയ്ത സംഭവം അനുസരിച്ച് ഈ പേപ്പറിലുള്ള കാര്യങ്ങളെ റീഡർ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ബാക്കി അനലൈസിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. ഓക്കെ, ബബിൾ ഷേപ്ഡ് ഓപ്ഷൻ ടു മാർക്ക് ആൻസേഴ്സ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്നിട്ട് ഈ കറക്റ്റ് ബബിൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നമ്മൾ മാർക്ക് ചെയ്യുന്നതനുസരിച്ച് അത് റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്നിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഈ ഇൻപുട്ട് ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, ഗുഡ് ക്വാളിറ്റി പേപ്പർ യൂസ് ചെയ്ത് ആക്യുറേറ്റ് അലൈൻമെന്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. ഓക്കെ, നേരത്തെ നമ്മൾ സ്കാനറിൽ പറഞ്ഞപ്പോൾ ബാർകോഡ് സ്കാനർ പറഞ്ഞിരുന്നു. സോ ബാർകോഡ് അല്ലെങ്കിൽ QR കോഡ് സ്കാനർ. ഓക്കെ, സോ ബാർകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വെർട്ടിക്കൽ ലൈൻസ് ആണ്. ഡിഫറെന്റ് തിക്നെസ്സും സ്പേസിങ്ങും ഉള്ള സെറ്റ് ഓഫ് വെർട്ടിക്കൽ ലൈൻസ് ആണ്. ഈ വെർട്ടിക്കൽ ലൈൻസ് ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് ഒരു ബാർകോഡാണ്. ഇവിടെ ഒരു സെറ്റ് ഓഫ് വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, ഡിഫറെന്റ് തിക്നെസ് ആണ്, ഡിഫറെന്റ് സ്പേസിംഗ് ആണ്, അതൊരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ബാർകോഡ് റീഡർ ഈ ബാർകോഡ് സ്കാൻ ചെയ്യുന്നു. എന്നിട്ട് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറിൽ നിന്നുള്ള ഇൻപുട്ട് എടുത്തിട്ട് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. ഹാൻഡ് സ്കാനേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ ക്യാമറയും അല്ലെങ്കിൽ സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് ബാർകോഡ് സ്കാൻ ചെയ്യാറുണ്ട്. അടുത്തത് QR കോഡാണ്. QR കോഡ് ഓൾമോസ്റ്റ് സിമിലർ ആണ് ടു ബാർകോഡ്. പക്ഷെ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാർകോഡ് 1 ഡയമെൻഷനിലാണ്, അല്ലെങ്കിൽ ബാർകോഡ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ഒരു ഡയമെൻഷനിലാണ്. QR കോഡ് 2 ഡയമെൻഷനിലാണ്. അത് 2 ഡയമെൻഷനിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, സോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബാർകോഡ് ഉണ്ടല്ലേ, ബാർകോഡ് നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ലൈൻസ് ആണ്, അത് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. സോ മോസ്റ്റ് ഓഫ് ദ കേസിൽ ബാർകോഡ് സ്കാനർ ഈ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരൊറ്റ ഡയമെൻഷനിൽ മാത്രമേ അത് റീഡ് ചെയ്യുന്നുള്ളൂ. QR കോഡിൽ വന്നു കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും വെർട്ടിക്കൽ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസും സ്കാൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതാണ് ബാർകോഡും QR കോഡും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ QR കോഡിൽ നമ്മൾ 2 ഡയമെൻഷനിൽ ആയതുകൊണ്ട് തന്നെ ബാർകോഡിനെ അപേക്ഷിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, the 2-dimensional way of storing data allows QR code to store more data than a standard barcode. So 2-dimensional ആണ്, അതുകൊണ്ട് ബാർകോഡിനെ അപേക്ഷിച്ച് QR കോഡിൽ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും.
വെബ്സൈറ്റ് URLസും പ്ലെയിൻ ടെക്സ്റ്റ്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അതുപോലുള്ള ഒരുപാട് ഡാറ്റ നമുക്ക് QR കോഡിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോഴൊക്കെ ഇൻവിറ്റേഷൻ ലെറ്ററിലൊക്കെ ലൊക്കേഷന്റെ QR കോഡ് കണ്ടിട്ടുണ്ടാവും. സോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് QR കോഡിൽ ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. QR കോഡും നമുക്ക് ബാർകോഡ് റീഡർ വെച്ചിട്ടും അല്ലെങ്കിൽ മൊബൈൽ ഫോണിലുള്ള ക്യാമറ ഉപയോഗിച്ചിട്ടും സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടും നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ MICR റീഡർ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ റീഡർ. ഓക്കെ, നമ്മൾ ചെക്ക്, സോ ഈ ബാങ്കിലൊക്കെയുള്ള ചെക്കിന്റെ ഫാസ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോണിക് ക്ലിയറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് MICR റീഡർ എന്നുള്ളത്. സോ ചെക്കിന്റെ ലോവർ പോർഷനിൽ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ ചെക്ക് നമ്പർ ഉണ്ടായിരിക്കും, ബ്രാഞ്ച് കോഡ്, ബാങ്ക് കോഡ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒരു സ്പെഷ്യൽ ഫോണ്ടിൽ ഒരു സ്പെഷ്യൽ ഇങ്ക്, ആ ഇങ്കിൽ അയൺ ഓക്സൈഡ് ഉണ്ടായിരിക്കും. സോ അയൺ ഓക്സൈഡ് ഉള്ള ഇങ്കിൽ ഒരു സ്പെഷ്യൽ ഫോണ്ടിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒരു ചെക്കിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ അയൺ ഓക്സൈഡിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ നമ്മുടെ MICR റീഡർ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അത് ഈ ക്യാരക്ടേഴ്സിനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക്കലി ചാർജ് ചെയ്തുകൊണ്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അയൺ ഓക്സൈഡ് ഉള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അയൺ ഓക്സൈഡിന്. സോ അയൺ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ഇങ്ക് ആയിരിക്കും. സോ ഈ സ്കാനർ അതിനെ മാഗ്നറ്റിക്കലി ചാർജ് ചെയ്തുകൊണ്ട് ഈ ഡാറ്റ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അത് ചെക്കിന്റെ ഡ്രോയർക്ക്, അത് ആരാണോ ഇഷ്യൂ ചെയ്തത് പുള്ളിക്ക് ഇതിന് ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യാനും ക്വിക്കായിട്ട് ചെക്കിന്റെ ക്ലിയറൻസിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, അടുത്ത വരുന്നത് നമുക്ക് ഏറ്റവും പരിചയമുള്ള ബയോമെട്രിക് സെൻസറാണ്. ഓക്കെ, സോ ബയോമെട്രിക് സെൻസർ ഇത്രയേ ഉള്ളൂ. നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്ന സെൻസറുകളാണ് ബയോമെട്രിക് സെൻസർ. ഫോർ എക്സാമ്പിൾ ഫിംഗർ പ്രിന്റ്. ഇപ്പോൾ ഫിംഗർ പ്രിന്റ് എല്ലാ മനുഷ്യർക്കും യുണീക്ക് ആണ്. രണ്ടുപേർക്കും ഒരു ഫിംഗർ പ്രിന്റ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള യുണീക്ക് ആയിട്ടുള്ള ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ ഹൈ അക്യുറസിയിൽ ഐഡന്റിഫൈ ചെയ്യുന്ന സെൻസറുകളാണ് ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫിംഗർ പ്രിന്റ് സെൻസർ, ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ കയ്യിലുള്ള യുണീക്ക് ആയിട്ടുള്ള പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഫിംഗർ പ്രിന്റ്, ഇതൊരു ഫിംഗർ പ്രിന്റ് സെൻസറാണ്. ഞാൻ ഇവിടെ എന്റെ കൈ വെക്കുന്ന സമയത്ത് ഇതിലുള്ള സെൻസർ എന്റെ ഈ കൈയിലെ പാറ്റേണിന്റെ ഒരു ഡിജിറ്റൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് ഡിഫറെന്റ് പേർപ്പസ് ഉണ്ട്. ഇപ്പൊ സെമി കണ്ടക്ടർ സെൻസർ ഉണ്ട്, ഒപ്റ്റിക്കൽ സെൻസർ ഉണ്ട്, അൾട്രാസൗണ്ട് സെൻസർ ഉണ്ട്. സോ സെമി കണ്ടക്ടർ സെൻസറിലാണെങ്കിൽ അത് ഒരു ഇലക്ട്രിക് കപ്പാസിറ്റൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ സെൻസറിലാണെങ്കിൽ അത് ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അൾട്രാസൗണ്ട് സെൻസറിലാണെങ്കിൽ അൾട്രാസൗണ്ട് വേവ് ഉപയോഗിച്ചിട്ട് ഈ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഡിഫറെന്റ് പേർപ്പസ്, ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ്. പക്ഷെ പരിപാടി ഒരേ കാര്യമാണ്. കൈ വെച്ച് കഴിഞ്ഞാൽ ആ കൈയുടെ ഒരു ഡിജിറ്റൽ ഇമേജ് സെൻസർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഡിജിറ്റൽ ഇമേജിനെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ക്രിയേറ്റ് ചെയ്ത ഡിജിറ്റൽ ഇമേജിനെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നു. അത് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഞാൻ ഫിംഗർ പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, എന്റെ ഫിംഗർ പ്രിന്റ് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനെ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നു. ഇപ്പൊ ഡോർ തുറക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ എന്റെ ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നു. അത് മാച്ച് ആണെങ്കിൽ ഡോർ തുറക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു. സോ ഇതാണ് ഫിംഗർ പ്രിന്റ് സെൻസർ അല്ലെങ്കിൽ ബയോമെട്രിക് സെൻസറിന്റെ ഫംഗ്ഷനിങ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്മാർട്ട് കാർഡ് റീഡർ ആണ്. ഓക്കെ, ഇതൊരു പ്ലാസ്റ്റിക് സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അത് സ്റ്റോർ ചെയ്യുകയും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, മെമ്മറി ചിപ്പ് അല്ലെങ്കിൽ മൈക്രോ പ്രോസസർ ഉണ്ടായിരിക്കാം. സോ മെമ്മറി ചിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്മറി കാർഡ്. മെമ്മറി കാർഡിന് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അടുത്തത് മൈക്രോ പ്രോസസർ കാർഡാണ്. ഇപ്പോൾ ATM കാർഡിലൊക്കെ ഉണ്ടായിരിക്കും ഒരു മൈക്രോ പ്രോസസർ ചിപ്പ്. സോ മൈക്രോ പ്രോസസറിന് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അത് ചേഞ്ച് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഓക്കെ, സോ
സോ മെമ്മറി കാർഡും മൈക്രോ പ്രൊസസർ കാർഡും തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. മെമ്മറി കാർഡിന് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. മൈക്രോ പ്രൊസസർ കാർഡ് ആണെങ്കിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും ആ ഡാറ്റയിൽ നമുക്ക് ചേഞ്ചസ് വരുത്താനോ അല്ലെങ്കിൽ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, സ്മാർട്ട് കാർഡ് ഈസ് ഇഷ്യൂഡ് ഇൻ മോസ്റ്റ് ബാങ്കിങ് നമ്മൾ കണ്ടു. ഹെൽത്ത് കെയർ, ടെലിഫോൺ കോളിംഗ്, ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെന്റ്സ്, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൽ നമ്മൾ സ്മാർട്ട് കാർഡ് യൂസ് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് ഉണ്ട്, കോണ്ടാക്ട് ടൈപ്പ് അല്ലെങ്കിൽ കോണ്ടാക്ട്ലെസ്. ഈ കോണ്ടാക്ട് ടൈപ്പ് റീഡർക്ക് എൻ്റെ കയ്യിലുള്ള സ്മാർട്ട് കാർഡുമായിട്ട് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വേണം. എന്നാൽ മാത്രമേ അവരുടെ അതിലുള്ള ഇൻഫർമേഷൻസ് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ കോണ്ടാക്ട്ലെസ് ടൈപ്പ് ആണെങ്കിൽ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വേണ്ട. റേഡിയോ ഫ്രീക്വൻസി വഴി ഈ സ്മാർട്ട് കാർഡിലുള്ള ഇൻഫർമേഷൻസ് ഈ കോണ്ടാക്ട്ലെസ് ടൈപ്പ് ഓഫ് സ്മാർട്ട് കാർഡ് റീഡർക്ക് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാസ്റ്റ് ടാഗ്. സോ ഫാസ്റ്റ് ടാഗ് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ഒരു റീഡറുമായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് വരുന്നില്ല, അല്ലെ? റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട്. ഈ റേഡിയോ വേവ് വഴി എൻ്റെ കാർഡിലെ ഇൻഫർമേഷൻസ് റീഡർ റീഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫാസ്റ്റ് ടാഗ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ അത് ഒരു കോണ്ടാക്ട്ലെസ് ടൈപ്പ് ഓഫ് റീഡർക്കുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് അറിയാവുന്ന ഡിജിറ്റൽ ക്യാമറ. എന്താണ് ഡിജിറ്റൽ ക്യാമറ ചെയ്യുന്നത്? പിക്ചേഴ്സ് എടുക്കുന്നു അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നു, അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ, ഒരു മെമ്മറി ഉണ്ടായിരിക്കും. ആ മെമ്മറിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്ന ഇമേജിന്റെ ക്വാളിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഒബിയസ്ലി ലെൻസിന്റെ ക്വാളിറ്റി ഉണ്ട്, പിന്നെ ഡെൻസിറ്റി ഓഫ് ചാർജ് കപ്പിൾ ഡിവൈസ് ഉണ്ട്, റെസൊല്യൂഷൻ ഉണ്ട്, ഒപ്റ്റിക്കൽ സൂം, പിന്നെ ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി എന്താണ് ചാർജ് കപ്പിൾ ഡിവൈസ് എന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ഇലക്ട്രോണിക് സെൻസർ ആണ്. ഇപ്പോ നമുക്കറിയാം, നമുക്കൊരു ഒബ്ജക്റ്റ് കാണണമെങ്കിൽ ആ ഒബ്ജക്റ്റിൽ ലൈറ്റ് തട്ടി അത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലെത്തണം. ഇത് തന്നെയാണ് ക്യാമറയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റ് ക്യാമറയുടെ സെൻസറിൽ പതിയണം. അങ്ങനെയാണ് ക്യാമറ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡിവൈസ് ആണ്, ഈ പേർപ്പസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ചാർജ് കപ്പിൾഡ് ഡിവൈസ് എന്ന് പറയുന്നത്. സോ ഈ CCD എന്നുള്ളത് ഇറ്റ്സ് എൻ ഇലക്ട്രോണിക് സെൻസർ ദാറ്റ് ക്യാപ്ചേഴ്സ് ഇമേജസ് ബൈ കൺവേർട്ടിംഗ് ലൈറ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ ചാർജസ്. ഓക്കെ, ലൈറ്റിനെ ഇലക്ട്രിക്കൽ ചാർജസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇമേജ് ക്യാപ്ചർ ചെയ്യുന്ന സെൻസറുകളാണ് അല്ലെങ്കിൽ ഡിവൈസുകളാണ് ചാർജ് കപ്പിൾ ഡിവൈസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഡെൻസിറ്റി ഓഫ് ചാർജ് കപ്പിൾ ഡിവൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ബേസിക്കലി പിക്സൽ ഡെൻസിറ്റി ആണ്. ഓക്കെ, സോ പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ലൈറ്റ് സെൻസിറ്റീവ് സ്പോട്ടുകളാണ് പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ പിക്സൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ലൈറ്റ് സെൻസിറ്റീവ് സ്പോട്ടുകൾ ഉണ്ട്, അതിന്റെ ഒരു മെഷർമെന്റ് ആണ് CCD എന്ന് പറയുന്നത്. ഓക്കെ, സോ മാക്സിമം പിക്സൽ ഉണ്ടെങ്കിൽ നമുക്ക് ഗുഡ് ക്വാളിറ്റി ഓഫ് ഇമേജസ് കിട്ടും. ഓക്കെ, സോ പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിംഗിൾ പോയിന്റ് അല്ലെങ്കിൽ ഡോട്ട് ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോട്ടുകളാണ്. സോ ഈ പിക്സൽ ഡെൻസിറ്റി ആണ് നമ്മൾ ക്യാമറയുടെ അതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഇമേജിന്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് പിക്ചർ ഈസ് മേഡ് അപ്പ് ഓഫ് തൗസൻഡ്സ് ഓഫ് ടൈനി പിക്സൽസ്. പിക്ചർ എലമെന്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. എല്ലാ പിക്ചറിലും ഒരുപാട് ലൈറ്റ് അല്ലെങ്കിൽ പിക്ചർ എലമെന്റ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. സോ ഈച്ച് ഡോട്ടിലെയും ക്യാമറ ഈ ഈച്ച് ഡോട്ടിന്റെയും കളർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് പിക്സൽസ്. ഒരു ഇമേജിലുള്ള നമ്പർ ഓഫ് പിക്സൽസ് ആണ് അതിന്റെ ക്വാളിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഡിജിറ്റൽ ക്യാമറയ്ക്ക് റെസൊല്യൂഷൻ 2 MP to 24 MP. സോ മാക്സിമം നമ്പർ ഓഫ് പിക്സൽസ് ഉണ്ടെങ്കിൽ, മാക്സിമം പിക്സൽസ് വരുന്ന സമയത്ത് നമുക്ക് ബെറ്റർ ക്വാളിറ്റി ഇമേജും കിട്ടും. ഓക്കെ,
നമ്മൾ ഇമേജിന്റെ റെസൊല്യൂഷൻ ഒക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, 19 ഫോർ എക്സാമ്പിൾ 1920 ഇൻറ്റു 1080 എന്ന് പറയാറുണ്ട്. സോ ഇത് ഇത്രയേ ഉള്ളൂ. സോ വൈഡ് നമ്മൾ ഹൊറിസോണ്ടലി 1920 പിക്സൽസും വെർട്ടിക്കലി 1080 പിക്സൽസും ആണ് ആ ഇമേജിന്റെ റെസൊല്യൂഷൻ. പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഡോട്ട്. ഇതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ. ഇപ്പൊ റെസൊല്യൂഷൻ നിങ്ങൾ 1920 ഇൻറ്റു ബൈ 1080 എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും എത്ര പിക്സൽസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ക്യാമറയുടെ ലെൻസിന്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറയുടെ റെസൊല്യൂഷൻ ആണ്, 2 മെഗാ പിക്സൽ ടു 24 മെഗാ പിക്സൽസ്. ഓക്കെ, സോ വെബ് ക്യാമറ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ കോമ്പാക്ട് ആൻഡ് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ക്യാമറ വേർഷൻ ആണ് വെബ് ക്യാമറ എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോ കോളിംഗും വീഡിയോ ചാറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നു. ഈ വെബ് ക്യാമറയ്ക്ക് നമ്മൾ ഡിജിറ്റൽ ക്യാമറയിൽ കണ്ട പോലെ ഒരു ഇന്റേണൽ മെമ്മറി ഇല്ല. നമ്മൾ സ്കൈപ്പ് പോലെയുള്ള സൂം പോലെയുള്ള സോഫ്റ്റ്വെയർസ് വെബ് ക്യാം യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ലാപ്ടോപ്സിലൊക്കെ ഇപ്പോൾ, പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ വെബ് ക്യാം നമ്മുടെ PC-യിൽ വെച്ചിട്ട് കണക്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ വരുന്ന ലാപ്ടോപ്സിലൊക്കെ ഇൻബിൽട്ട് ആയിട്ട് വെബ് ക്യാമറ ഉണ്ട്. ഓക്കെ, സോ അത്രയുമാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതിന്റെ യൂസും എക്സാമ്പിൾസും ആണ് എക്സാം പെർസ്പെക്റ്റീവില് നോക്കാനുള്ളത്. അത് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഔട്ട്പുട്ട് ഡിവൈസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, കമ്പ്യൂട്ടർ സിഗ്നൽസിനെ ഹ്യൂമൻസിന് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഓക്കെ, സോ പ്രിന്റ് ഓർ ഡിസ്പ്ലേ ദ ഔട്ട്പുട്ട് ഫ്രം എ കമ്പ്യൂട്ടർ. രണ്ട് രീതിയിലുള്ള ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഡിവൈസുകൾ, ഹാർഡ് കോപ്പി ഔട്ട്പുട്ടും സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ടും. ഇപ്പൊ പ്രിന്റർ, ഒരു പേപ്പർ ഞാൻ പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. സോ എനിക്ക് പ്രിന്റർ തരുന്ന ഔട്ട്പുട്ട് എന്താണ്? അതൊരു ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ആണ്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആദ്യത്തെ എക്സാമ്പിളിൽ ഞാൻ ChatGPT-യോട് ഒരു കവിത എഴുതാൻ പറഞ്ഞു. അപ്പോ അത് കമ്പ്യൂട്ടർ എനിക്ക് കാണിച്ചിരുന്നത് എന്താണ്? എന്റെ സ്ക്രീനിലാണ് കാണിച്ചിരുന്നത്, അല്ലെ? അതൊരു സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ആണ്. സോ രണ്ട് തരത്തിലുള്ള ഔട്ട്പുട്ടുകൾ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് തരുന്നുണ്ട്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്, ഫോർ എക്സാമ്പിൾ പ്രിന്റർ തരുന്ന ഔട്ട്പുട്ട്. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്, ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിലുള്ള സ്ക്രീനിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഔട്ട്പുട്ട്. ഓക്കെ, സോ അത്രയാണ് ഡിഫറൻസ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഇതൊരു സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അഥവാ നമ്മുടെ മോണിറ്റർ സ്ക്രീൻ. ഓക്കെ, അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ടെക്സ്റ്റും ഗ്രാഫിക്സും വീഡിയോ ഇൻഫർമേഷൻസും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരുന്നു. ഓക്കെ, ഇത് സോഫ്റ്റ് കോപ്പി ആണ്, ബിക്കോസ് ഇലക്ട്രോണിക് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിസ്പ്ലേ ഡിവൈസുകൾ? CRT, കാഥോഡ് റേ ട്യൂബ് ഉണ്ട്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ LCD മോണിറ്റേഴ്സ്, തിൻ ഫിലിം ട്രാൻസിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റേഴ്സ്, ഗ്യാസ് പ്ലാസ്മ മോണിറ്റേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? സൈസ് ഉണ്ട്, റെസൊല്യൂഷൻ നമ്മൾ കണ്ടു, പിക്സൽ പിച്ച് ഉണ്ട്, റെസ്പോൺസ് ടൈം ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് സൈസസിൽ അവൈലബിൾ ആണ്. റെസൊല്യൂഷൻ കണ്ടോ, നമ്മൾ റെസൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്ത് കണ്ടില്ലേ? ഓക്കെ, പിക്സൽസ് ആണ്, ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും എത്ര പിക്സൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് റെസൊല്യൂഷൻ. ഓക്കെ, ഡോട്ട് പിച്ച് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. പിക്സൽ സ്പേസിംഗ് ആണ്, രണ്ട് ഇൻഡിവിജ്വൽ പിക്സൽസ് തമ്മിലുള്ള സ്പേസിനെയാണ് ഡോട്ട് പിച്ച് എന്ന് പറയുന്നത്. ഈ സ്പേസ് ആക്ച്വലി കുറഞ്ഞിരിക്കുകയാണ് വേണ്ടത്, അല്ലേ? സോ ഇത് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ ഡോട്ട് പിച്ച് സ്മോളർ ആയിരിക്കണം. ഷാർപ്പർ ഇമേജിന് ഡോട്ട് പിച്ച് സ്മോളർ ആയിരിക്കണം. ഡോട്ട് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പിക്സൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് സ്മോളർ ആയിരിക്കണം, ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷാർപ്പർ ആയിട്ടുള്ള ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്സലിന് ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു ബ്രൈറ്റ്നെസ്സിൽ നിന്ന് ഡാർക്ക്നെസ്സിലേക്കും
തിരിച്ച് ബ്രൈറ്റ്നസ് ഫേസിലേക്കും മാറാൻ എടുക്കുന്ന ടൈമാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, മോണിറ്റേഴ്സ് വിത്ത് ലെസ് റെസ്പോൺസ് ടൈം പ്രൊവൈഡ് ബെറ്റർ മൂവി വ്യൂയിങ് എക്സ്പീരിയൻസ്. അല്ലെ, പെട്ടെന്ന് സ്റ്റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കണം. റെസ്പോൺസ് ടൈം കൂടുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വിഷ്വൽസിന്റെ ക്വാളിറ്റി കുറവായിരിക്കും. ഓക്കെ, സോ ഇനി ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ. നമ്മൾ പണ്ടത്തെയൊക്കെ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലുള്ള വലിയ സൈസ് ഉള്ള ഒരു ഡിസ്പ്ലേ ഉണ്ടാവാറില്ലേ, ഇതാണ് കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇലക്ട്രിക് ഗൺ ഉണ്ടായിരിക്കും ഇവിടെ. ഫ്രണ്ടില് ഒരു ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനും ഉണ്ടായിരിക്കും. സോ ഈ ഇലക്ട്രോൺ ഗണ്ണുണ്ട്, ഒരു ഫോസ്ഫർ കോട്ടഡ് സ്ക്രീനും ഉണ്ട്. സോ ഈ ഇലക്ട്രോൺ ഗണ്ണ് ഇലക്ട്രോൺ ബീംസിനെ ഈ സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഇലക്ട്രോൺ ബീംസ് സ്ക്രീനിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോസ്ഫർ കോട്ടഡ് സ്ക്രീൻസ് അത് ഗ്ലോ ചെയ്യുന്നു. ആ ഗ്ലോ ചെയ്യുന്നതിലൂടെ അത് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ അത്രയും കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ ഇപ്പോൾ തീരെ ഇല്ലാന്ന് നമുക്ക് പറയാം. രണ്ട് ടൈപ്പ് ഉണ്ട്, മോണോക്രോം അല്ലെങ്കിൽ കളർ. ഓക്കെ, മോണോക്രോം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കളറിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അതിൽ തന്നെ കുറച്ച് വേരിയേഷൻസ് വരുന്നതാണ് ഗ്രേ സ്കെയിൽ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കളർ മോണിറ്റർ ആണെങ്കിൽ നമ്മുടെ ബേസിക് കളേഴ്സ് അല്ലേ, പ്രൈമറി കളേഴ്സ് റെഡ്, ബ്ലൂ, ഗ്രീൻ. സോ ഈ 3 ബേസിക് കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് 16 to 1 million കളേഴ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ക്രീനുകളാണ് അല്ലെങ്കിൽ മോണിറ്റേഴ്സ് ആണ് കളർ മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ CRTക്ക് ശേഷം വന്ന അഡ്വാൻസ്മെന്റ്സ് ആണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സ്. അതിൽ LCD ഉണ്ട്, LED ഉണ്ട്, പിന്നെ OLEDs ഉണ്ട്, പ്ലാസ്മ സ്ക്രീൻസ് ഉണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സ് എന്ന് നോക്കാം. ലൈറ്റർ ഇൻ വെയിറ്റ് ആണ്, CRTനേക്കാൾ ലെസ് പവർ കൺസ്യൂം ചെയ്യുന്നു, ലെസ് ആയിട്ടുള്ള ഹീറ്റ് എമിറ്റ് ചെയ്യുന്നു കമ്പയറിംഗ് ടു CRT മോണിറ്റേഴ്സ്. ഓക്കെ, സോ മോസ്റ്റ്ലി ലാപ്ടോപ്സിലാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്? LCD മോണിറ്റേഴ്സ് ഉണ്ട്, LED മോണിറ്റേഴ്സ് ഉണ്ട്, പ്ലാസ്മ മോണിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ OLED ഓർഗാനിക് LED മോണിറ്റേഴ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. LCD അല്ലെങ്കിൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റേഴ്സ്. ഓക്കെ, ഒരു ബാക്ക് ലൈറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലിക്വിഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. അത് 2 പ്ലാസ്റ്റിക് പ്ലേറ്റിനിടയിൽ സാൻഡ്വിച്ച് ചെയ്ത പോലെ ഇരിക്കുന്ന ലിക്വിഡ് ക്രിസ്റ്റൽസ് ഉണ്ട്. ഒരു ബാക്ക് ലൈറ്റും ഉണ്ട്. ഓക്കെ, സോ ഈ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ലിക്വിഡ് ക്രിസ്റ്റൽസ് അവയുടെ അലൈൻമെന്റ് ചേഞ്ച് ആവുന്നു. സോ ഈ അലൈൻമെന്റ് ചേഞ്ച് ആക്കുന്നതിലൂടെ ഓരോ പിക്സൽസിന് എത്ര ലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നതിലൂടെയാണ് അവർ ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ബാക്ക് ലൈറ്റ് ഉണ്ട്, പിന്നെ 2 പ്ലാസ്റ്റിക് പ്ലേറ്റിനിടയിൽ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ഉണ്ട്. സോ കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ലിക്വിഡ് ക്രിസ്റ്റൽ അവരുടെ അലൈൻമെന്റ് ചേഞ്ച് ആവുന്നതിലൂടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ക്രിസ്റ്റൽസ് റീഅറേഞ്ച് ടു ഫോം എൻ ഇമേജ് വെൻ എൻ ഇലക്ട്രിക് കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ദം. ഓക്കെ, ലൈറ്റ് സോഴ്സ് ഉണ്ട്, നമ്മൾ പറഞ്ഞു ബാക്ക് ലൈറ്റ് ഉണ്ട്. സോ ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് പാസ് ചെയ്യുന്നതിലൂടെ ഈ ഇമേജ് ഫോം ചെയ്ത ഇമേജ് നമുക്ക് വിസിബിൾ ആവുന്നു. ഓക്കെ, ഫ്ലൂറസെന്റ് ലാമ്പ് അല്ലെങ്കിൽ LED ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. സോ ഈ LCD മോണിറ്റേഴ്സിൽ കോൾഡ് കാഥോഡ് ഫ്ലൂറസെന്റ് ലാമ്പ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിൽ വന്ന ഒരു അഡ്വാൻസ്മെന്റ് ആണ് LED മോണിറ്റേഴ്സ്. ഓക്കെ, ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്ക് ലൈറ്റ് ഇല്ല, അതിന് പകരം ഇൻഡിവിജ്വൽ LEDs പിക്സൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഓരോ LEDയും സെൽഫ് എമിസീവ് ആയിട്ടുള്ള പിക്സൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ അവർ റീഅറേഞ്ച് ചെയ്യാണ് ചെയ്തത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ LEDs ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇമേജ് ഡയറക്ട്ലി ക്രിയേറ്റ് ചെയ്യുന്നു. ബാക്ക് ലൈറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഇമേജ് നമുക്ക്
സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ബാക്ക് ലൈറ്റ് ഇല്ല. ഓരോ LEDസും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പിക്സലായിട്ട് ആക്ട് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവർ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ക്വാളിറ്റി ബെറ്റർ ആണ്, ക്ലാരിറ്റി ബെറ്റർ ആണ്, വൈഡർ ആയിട്ടുള്ള വ്യൂയിങ് ആംഗിൾ ഉണ്ടായിരിക്കും, റിഫ്രഷ് റേറ്റ് വളരെ ഫാസ്റ്റർ ആണ്, പവർ കുറച്ച് കൺസ്യൂം ചെയ്യുള്ളൂ. ഓക്കെ, അടുത്ത് വരുന്നത് പ്ലാസ്മ മോണിറ്റേഴ്സ് ആണ്. ഓക്കെ, പ്ലാസ്മ മോണിറ്റേഴ്സിൽ ഒരു ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ഉണ്ട്. അതിൽ നിയോൺ അല്ലെങ്കിൽ xenon ഗ്യാസ് അല്ലെങ്കിൽ അതിന്റെ മിക്സ്ചർ 2 സീൽഡ് ഗ്ലാസ് പ്ലേറ്റ്സിനിടയിൽ സാൻഡ്വിച്ച് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാരലൽ ആയിട്ടുള്ള ഇലക്ട്രോഡ്സും ഈ സർഫസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ 2 സീൽഡ് ഗ്ലാസ് പ്ലേറ്റ്സിനിടയിൽ നിയോൺ അല്ലെങ്കിൽ xenon ഗ്യാസ് അതിന്റെ മിക്സ്ചർ പ്ലേസ് ചെയ്തിട്ടുണ്ട്, സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ചേർത്ത് തന്നെ 2 ഇലക്ട്രോഡ്സ്, പാരലൽ ഇലക്ട്രോഡ്സും കൊടുത്തിട്ടുണ്ട്. സോ ഈ ഇലക്ട്രോഡ്സ് വഴി നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നു അല്ലെങ്കിൽ കറന്റ് കൊടുക്കുന്നു. ഓക്കെ, ഈ കറന്റ് കൊടുക്കുന്ന സമയത്ത് ഇത് xenon അല്ലെങ്കിൽ നിയോൺ ഗ്യാസ് ആണ്. അവര് ഇനേർട്ട് ഗ്യാസ് ആണ്. അതുപോലെ തന്നെ ലൈറ്റ് എമിറ്റിംഗ് പ്രോപ്പർട്ടീസും ഉണ്ട്. കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് അവര് ലൈറ്റ് അപ്പ് ചെയ്യുന്നു. സോ അങ്ങനെ ഇമേജ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനേർട്ട് ഗ്യാസ് ആണ്. അവര് അത്ര പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ ലൈറ്റ്സ് അപ്പ് ചെയ്യുന്നതിലൂടെയാണ് ഈ പ്ലാസ്മ മോണിറ്റേഴ്സ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൈ റെസൊല്യൂഷൻ ഇമേജസ് പ്രൊവൈഡ് ചെയ്യും, പക്ഷെ എക്സ്പെൻസീവ് ആണ്, അഡ്വാൻസ് ടെക്നോളജിയാണ്. ഓക്കെ, അടുത്ത് വരുന്ന LED മോണിറ്റേഴ്സിലെ ഒരു അഡ്വാൻസ്മെന്റ് ആണ് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റേഴ്സ്. ഓക്കെ, സോ ഒരു ഓർഗാനിക് ലെയർ ഉണ്ടായിരിക്കും. കാർബൺ ബേസ്ഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പോളിമേഴ്സ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗാനിക് ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതൊരു ലൈറ്റ് സെമി കണ്ടക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് നേരത്തെ LEDയിലുള്ള സെയിം കാര്യം തന്നെ, പക്ഷെ ഇവിടെ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്നത് ഒരു കാർബൺ ബേസ്ഡ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഓർഗാനിക് ലെയർ ആണ്. സോ കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഓർഗാനിക് ലെയർ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു, അതിലൂടെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ ക്വാളിറ്റീസ് നോക്കാം. തിന്നർ ആണ്, ലൈറ്റർ ദാൻ LCDs ആൻഡ് LEDs ആണ്, പിന്നെ ബെറ്റർ ക്വാളിറ്റി ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ബെറ്റർ ആയിട്ടുള്ള വ്യൂയിങ് ആംഗിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ലെസ് പവർ മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ, പക്ഷേ പ്ലാസ്മ മോണിറ്റർ പോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, സോ നമ്മൾ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിൽ നമ്മൾ ആദ്യം കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ കണ്ടു. അതിനുശേഷം അതിന്റെ അഡ്വാൻസ്മെന്റ് ആയിട്ട് ഫ്ലാറ്റ് പാനൽ മോണിറ്റർ വന്നു. കാഥോഡ് റേ CRT മോണിറ്റേഴ്സ് വളരെ ഹ്യൂജ് സൈസ് ആണ്. സോ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫ്ലാറ്റ് പാനൽ മോണിറ്റേഴ്സ് വന്നു. അതിൽ വരുന്നതാണ് LCD മോണിറ്റർ, LED മോണിറ്റർ, പ്ലാസ്മ മോണിറ്റർ, അതുപോലെ തന്നെ OLED മോണിറ്റർ. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ നമുക്ക് LCD പ്രൊജക്ടറിലേക്ക് പോവാം. ഓക്കെ, സോ LCD പ്രൊജക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതിനെ ഒരു സ്ക്രീനിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് നോക്കാം. സോ ഇത്രയേ ഉള്ളൂ. ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ടായിരിക്കും. ആ വൈറ്റ് ലൈറ്റ് ഡൈക്കോറിക് ലെൻസ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് ലെൻസസ് ഉണ്ട്. ഈ ലെൻസ് ഇത്രയേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ വേവ് ലെങ്തിലുള്ള ലൈറ്റിനെ മാത്രമേ അത് റിഫ്ലക്ട് ചെയ്യുള്ളൂ, ബാക്കിയുള്ളതിനെ അത് കടത്തിവിടും. ഓക്കെ, സോ മിറർ ആണ്, നോർമൽ മിറർ അല്ല, ഒരു പർട്ടിക്കുലർ ലൈറ്റിനെ മാത്രം അത് റിഫ്ലക്ട് ചെയ്യുന്നു, ബാക്കിയുള്ളതിനെ അത് കടത്തിവിടുന്നു. ഓക്കെ, സോ ഈ വൈറ്റ് ലൈറ്റിനെ പല രീതിയിലുള്ള ഡൈക്കോറിക് മിററുകൾ പല കളേഴ്സ് ആയിട്ട്, നമ്മുടെ ബേസിക് കളേഴ്സ് ആയിട്ട് റെഡ്, ഗ്രീൻ, ബ്ലൂ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഈ മിറർ ചിലപ്പോൾ റെഡ് ലൈറ്റിനെ മാത്രം റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത് റെഡിനെ റിഫ്ലക്ട് ചെയ്യുന്നു, ബാക്കിയുള്ള ലൈറ്റ്സിനെ കടത്തിവിടുന്നു. ഓക്കെ, അടുത്ത് വരുന്ന സമയത്ത് അത് ഈ മിറർ ഗ്രീനിനെ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. ഗ്രീനിനെ റിഫ്ലക്ട് ചെയ്തിട്ട് ബാക്കി ഉള്ള ലൈറ്റിനെ പാസ് ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് മിറർ ബ്ലൂ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മൾ കൊടുക്കുന്ന വൈറ്റ് ലൈറ്റ് ഈ ഡിഫറെന്റ് മിറേഴ്സ്
ബേസിക് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു ചേംബർ ഉണ്ട്, നമ്മൾ കാണുന്ന പ്രൊജക്ടറിലെ ചേംബർ. ഈ ലൈറ്റ്സ് എല്ലാം ഈ ചേംബറിൽ എത്തുന്നു. ആ ചേംബറിൽ എത്തിയ ശേഷം അതിലെ പിക്സൽസ് ഷിഫ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വൈറ്റ് ലൈറ്റിനെ ഡൈക്ലോറിക് മിറേഴ്സ് റെഡ്, ഗ്രീൻ, ബ്ലൂ കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ സ്പ്ലിറ്റ് ചെയ്തെല്ലാം കൂടെ ഒരു ചേംബറിൽ എത്തുന്നു, അല്ലെങ്കിൽ ഒരു LCD പാനലിൽ എത്തുന്നു. ഈ LCD പാനലിൽ വെച്ചിട്ടാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു LCD പ്രൊജക്ടർ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, സ്ലൈഡ് പ്രൊജക്ടർ അല്ലെങ്കിൽ ഓവർ ഹെഡ് പ്രൊജക്ടറിന്റെ ഒരു മോഡേൺ ഇക്വാലന്റ് ആണ്. സോ നമ്മൾ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോസസ് തന്നെയാണ്. വൈറ്റ് ലൈറ്റ് ഉണ്ട്, ആ ബീം ഓഫ് ലൈറ്റിനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മിറേഴ്സ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ സ്പ്ലിറ്റ് ചെയ്ത കളേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ്സ് എല്ലാം കൂടെ LCD പാനലിൽ എത്തിയിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ. ഓക്കെ, സോ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിന്റർ യൂസ് ചെയ്യുന്നത്, അല്ലെ? ഇലക്ട്രോണിക് ഫോമിലല്ല, നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ടാണ് പ്രിന്റർ വരുന്നത്. ഓക്കെ, അത് ഫങ്ഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് അല്ലെങ്കിൽ ടെക്നോളജി അനുസരിച്ച് രണ്ട് ടൈപ്പ് ഓഫ് പ്രിന്റേഴ്സ് ഉണ്ട്. ഒന്ന് ഇമ്പാക്ട് പ്രിന്റേഴ്സ്, മറ്റൊന്ന് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടൈപ്പ് റൈറ്റിംഗ്. ടൈപ്പ് റൈറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? പണ്ടത്തെ ടൈപ്പ് റൈറ്റേഴ്സ് അത് ഡയറക്ട്ലി ആ പേപ്പറിലേക്ക് ഹിറ്റ് ചെയ്യുന്നു, അല്ലേ? ഒരു ഫിസിക്കൽ ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ഫിസിക്കൽ ഇമ്പാക്ട് വഴി പ്രിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്രിന്റേഴ്സ് ആണ് ഇമ്പാക്ട് പ്രിന്റേഴ്സ്. ഓക്കെ, ഒരു ഹാമർ ഉണ്ടായിരിക്കും, ഒരു റിബൺ വഴി ഈ ഹാമർ പേപ്പറിൽ ഹിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹിറ്റ് ചെയ്യുന്നതിലൂടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രിന്റർ നമുക്ക് വേണ്ട ഡാറ്റ പ്രിന്റ് ചെയ്ത് തരുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് എല്ലാ പുതിയ പ്രിന്റേഴ്സും നോൺ ഇമ്പാക്ട് ആണ്. അത് ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ വേരിയസ് മെക്കാനിസംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം പ്രിന്റ് ചെയ്ത് തരുന്നു. ഓക്കെ, പേപ്പറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. ഏതൊക്കെയാണ്? ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ ഉണ്ട്, ഇങ്ക്ജെറ്റ് പ്രിന്റർ ഉണ്ട്, തെർമൽ പ്രിന്റർ ഉണ്ട്. ഓക്കെ, സോ ഇത്രയും പ്രിന്റേഴ്സ് എല്ലാം നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഓരോന്ന് എന്താന്ന് നോക്കാം. ഓക്കെ, സോ പ്രിന്ററിന്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത് റെസൊല്യൂഷനും സ്പീഡും ആണ്. റെസൊല്യൂഷൻ നമ്മുടെ DPI വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. പിന്നെ സ്പീഡ് മെഷർ ചെയ്യുന്നത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് പ്രിന്റഡ് ഇൻ എ യൂണിറ്റ് ഓഫ് ടൈം. ഓക്കെ, സോ അത് ക്യാരക്ടർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ യൂണിറ്റിലും, ലൈൻസ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റിലും, അല്ലെങ്കിൽ പേജസ് പെർ മിനിറ്റ് എന്ന് പറഞ്ഞ യൂണിറ്റിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് പ്രിന്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റേഴ്സ് എന്ന് നോക്കാം. നമ്മൾ ആദ്യം കണ്ട ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടു ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഓക്കെ, സോ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക്കലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പിന്നുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ പ്രിന്റ് ഹെഡിൽ ഇലക്ട്രോമാഗ്നറ്റിക്കലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഇങ്ക്ഡ് റിബണും ഉണ്ടായിരിക്കും. ഈ പിൻസ് റിബൺ വഴി പേപ്പറിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ചെയ്തുകൊണ്ട് ആണ് നമുക്ക് വേണ്ട സാധനം പേപ്പറിൽ പ്രിന്റ് ചെയ്ത് തരുന്നത്. ഇന്ന് നമുക്ക് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ അങ്ങനെ കോമൺ ആയിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദി മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രിന്റർ കാണാൻ പറ്റില്ലേ? സോ അത് ഒരു DMP ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പ്രിന്ററിൽ പ്രിന്റർ ഹെഡിൽ 9 പിൻസ് ഉണ്ട്. 24 പിൻസ് ഒക്കെ ഉള്ള ബെറ്റർ പ്രിന്റ് ക്വാളിറ്റി ഉള്ള പ്രിന്ററുകളും നമ്മൾ ഡോട്ട് മെട്രിക്സ് പ്രിന്ററിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സ്ലോ ആണ്, നോയ്സി ആണ്, അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഭയങ്കര ശബ്ദം ഉണ്ടായിരിക്കും, പ്രിന്റ് ചെയ്ത് കഴിയുന്ന അത്രയും സമയം ശബ്ദം ഉണ്ടായിരിക്കും. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ക്യാഷ് കൗണ്ടർ ഷോപ്സ് ലോ പ്രിന്റിംഗ് കോസ്റ്റ് ആണ്. സോ ലോ പ്രിന്റിംഗ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോ ക്യാഷ് കൗണ്ടർ ഷോപ്സിലെ ക്യാഷ് കൗണ്ടറിലും ബാക്കിയുള്ള അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ
യൂസ് ചെയ്യാറുണ്ട്. കാർബൺ കോപ്പീസ് കിട്ടാറുണ്ട്. ഈ പ്രിന്ററിൽ നിന്ന് അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർബൺ കോപ്പീസ് കിട്ടും. ഓക്കെ, അടുത്തത് ഇമ്പാക്ട് നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ക് ജെറ്റ് പ്രിന്റർ. ഓക്കെ, സോ പേര് പോലെ തന്നെ ലിക്വിഡ് ഇങ്കിന്റെ മൈക്രോസ്കോപ്പിക് ഡ്രോപ്ലെറ്റ്സിനെ സ്പ്രേ ചെയ്യുന്ന പ്രിന്റേഴ്സ് ആണ് ഇങ്ക് ജെറ്റ് പ്രിന്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഇവർ പ്രിന്റ് ചെയ്യുന്നത്? അവര് നമ്മുടെ ലിക്വിഡ് ഇങ്കിന്റെ മൈക്രോസ്കോപ്പിക് ഡ്രോപ്ലെറ്റ്സിനെ പ്രിന്റ് ഹെഡിൽ നിന്നും പേപ്പറിലേക്ക് സ്പ്രേ ചെയ്യുന്നു. ഓക്കെ, സോ ഡിഫറെന്റ് കളേഴ്സ് സ്പ്രേ ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രിന്റേഴ്സ് ഉണ്ട്. ഇൻഎക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇങ്ക് കാർട്രിഡ്ജിനെ ചേഞ്ച് ചെയ്യുന്നൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഡിഫറെന്റ് മെക്കാനിസം ഉണ്ട് ഇത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. തെർമൽ ഇങ്ക് ജെറ്റ് ഉണ്ട്, പീസോ ഇലക്ട്രിക് ഇങ്ക് ജെറ്റ് ഉണ്ട്. സോ തെർമൽ, ഫോർ എക്സാമ്പിൾ, നമുക്ക് അത്രയും പഠിക്കണ്ട, പക്ഷെ തെർമൽ ഇങ്ക് ജെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഇങ്കിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്തിട്ട് ബബിൾസ് ക്രിയേറ്റ് ചെയ്യും. സോ ആ ബബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ സ്പ്രേയിങ് നടക്കുന്നത്. അത് തെർമൽ ഇങ്ക് ജെറ്റിന്റെ. സോ ഇത്രയേ ഉള്ളൂ. ഇങ്കിനെ സ്പ്രേ ചെയ്യുന്നു പേപ്പറിലേക്ക്, അങ്ങനെ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നു. അത് ഇങ്ക് ജെറ്റ് പ്രിന്റർ. ഇനി ലേസർ പ്രിന്ററിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ലേസർ പ്രിന്ററിൽ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ലേസർ ഉണ്ടായിരിക്കും. സോ ആ ലേസർ ഉപയോഗിച്ചിട്ട് ഒരു ഇമേജ്, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇമേജ് ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രമ്മിന് മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു ലേസർ ഉണ്ട്. ഇവിടെ ഒരു മിറർ ഉണ്ടായിരിക്കും. സ്റ്റാൻഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. സോ ഈ മിററിലേക്ക് ഞാൻ ലേസർ ബീം കൊടുക്കുന്നു. അത് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രം ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ ഡ്രമ്മിന്റെ ഈ ഏരിയയിൽ വരുന്ന സമയത്ത് അവിടെ അത് ചാർജ്ഡ് ആവും. ഓക്കെ, അവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ചാർജ്ഡ് ഏരിയയിലേക്ക് ഇവിടെ പൗഡേർഡ് ആയിട്ടുള്ള ടോണർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ലേസർ ഇവിടുന്ന് കൊടുക്കുന്നു. അത് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രമ്മിന്റെ ഒരു പോർഷനിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയയിൽ അത് ചാർജ്ഡ് ആവുന്നു. ഓക്കെ, സോ ആ ചാർജ്ഡ് ഏരിയയിലേക്ക് എന്ത് സംഭവിക്കും? ഇപ്പുറത്തുള്ള പൗഡേർഡ് ടോണർ അത് അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ടോണർ പിന്നെ എന്ത് ചെയ്യും? താഴെയുള്ള പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഹീറ്റും പ്രഷറും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ലേസർ പ്രിന്റർ വർക്ക് ചെയ്യുന്നത്. ലേസർ അടിക്കുന്നു, ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡ്രം ഉണ്ടായിരിക്കും, അവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫോട്ടോ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അവിടെ ചാർജസ് ക്രിയേറ്റ് ചെയ്യും. ഈ ചാർജസിലേക്ക് അതിന് തൊട്ടടുത്തുള്ള പൗഡേർഡ് ടോണർ അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് എന്ത് ചെയ്യുന്നു? നമുക്ക് ഇതിന് തൊട്ട് താഴെയുള്ള പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ഹീറ്റും പ്രഷറും ഉപയോഗിച്ചുകൊണ്ട് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ലേസർ പ്രിന്റർ വർക്ക് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. സോ ഇത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മോണോക്രോം ആൻഡ് കളർ ലേസർ പ്രിന്റേഴ്സ് അവൈലബിൾ ആണ്. കളർ ലേസർ പ്രിന്റേഴ്സ് മൾട്ടിപ്പിൾ കളേഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കളർ ടോണർ കാർട്രിഡ്ജ് യൂസ് ചെയ്യുന്നു. ഫാസ്റ്റ് ആണ്. അവരുടെ സ്പീഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റേറ്റ് ചെയ്യുന്നത് പേജസ് പെർ മിനിറ്റിലാണ്. ഓക്കെ, ഫാസ്റ്റർ ആയതുകൊണ്ടാണ് പേജസ് പെർ മിനിറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, സ്പീഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് തെർമൽ പ്രിന്റേഴ്സ് ആണ്. ഓക്കെ, സോ തെർമൽ പ്രിന്റർ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്ന ഒരു ഡിവൈസ്, അത് തെർമൽ പ്രിന്റർ ആണ്. എന്താണ് ചെയ്യുന്നത്? അവര് സെലക്റ്റീവ്ലി ഹീറ്റ് ചെയ്യും. ഒരു ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള തെർമൽ പേപ്പർ ആയിരിക്കും നമ്മൾ അതിൽ കൊടുക്കുക. അപ്പൊ ആ തെർമൽ പേപ്പർ, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള തെർമൽ പേപ്പർ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിനെ സെലക്റ്റീവ്ലി ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, സെലക്റ്റീവ്ലി ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത് ആ ഏരിയ ബ്ലാക്ക് ആയിട്ട് മാറുന്നു. അങ്ങനെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഫാസ്റ്റർ ആണ്. ഡോട്ട് മെട്രിക്സ് പ്രിന്റേഴ്സിനേക്കാൾ ഫാസ്റ്റർ ആണ്. സ്മോളർ, ലൈറ്റർ ആണ്. ലെസ് പവർ കൺസ്യൂം ചെയ്യുന്നു. പോർട്ടബിൾ പ്രിന്റർ ആണ്. നമ്മൾ പറഞ്ഞു ഇപ്പോ ബസ് ടിക്കറ്റ് ഒക്കെ പ്രിന്റ് ചെയ്യുന്നത് അതൊരു തെർമൽ പ്രിന്റർ ആണ്. ഓക്കെ, പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽസ്. ഓക്കെ,
സോ അത്രയുമാണ് പ്രിന്റേഴ്സിൽ നമുക്ക് നോക്കാനുള്ളത്. സോ റിപ്പീറ്റഡ് ആയിട്ടുള്ള PYQs ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിന്റേഴ്സിന്റെ ടൈപ്സ്, ഫീച്ചേഴ്സ്, ഡിഫറൻസ്, യൂസ്, ഈ ഏരിയ. സോ നമുക്ക് എന്താണ് ഇതുവരെ പ്രിന്ററിൽ നമ്മൾ നോക്കി എന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ഓക്കെ, ലേസർ പ്രിന്റർ നോക്കി, നമ്മൾ ഇങ്ക്ജെറ്റ് നോക്കി, തെർമൽ നോക്കി, ഡോട്ട് മെട്രിക്സ് നോക്കി. സോ പ്രിന്റിംഗ് മെറ്റീരിയൽ ഏതാണ് യൂസ് ചെയ്ത് നോക്കാം. ലേസർ പ്രിന്റേഴ്സിൽ എന്താണ്, ഇങ്ക് പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്തത്, ടോണർ നമ്മൾ കണ്ടു അല്ലെ. ഇങ്ക് ജെറ്റിൽ ലിക്വിഡ് ഇങ്ക് ആണ്. തെർമൽ പ്രിന്ററിൽ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പേപ്പർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡോട്ട് മെട്രിക്സ് പ്രിന്ററിൽ ഡയറക്റ്റ് ഇമ്പാക്ട് ഉണ്ട്. സോ ഇങ്ക് സോഫ്റ്റ് ആയിട്ടുള്ള റിബൺ ആണ് യൂസ് ചെയ്തത്. എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്? പേപ്പറിൽ ഈ പൗഡർ ഫ്യൂസ് ചെയ്യുന്നു ഹീറ്റിംഗ് വഴി. നമ്മൾ കണ്ടു, ലേസർ ആദ്യം ഡ്രമ്മിലേക്ക് അടിക്കുന്നു, ഡ്രം ചാർജ് ആവുന്നു. സോ ഈ ഡ്രം ചാർജ് ആവുന്ന ഏരിയയിലേക്ക് ടോണർ അട്രാക്റ്റഡ് ആവുന്നു. എന്നിട്ട് പെർമനന്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പേപ്പറിലേക്ക് കൊടുക്കും. അവിടെ ഹീറ്റും പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പെർമനന്റ് ആയിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ക്ജെറ്റ് പ്രിന്റർ എന്താണ്? സ്പ്രേ ചെയ്യുന്നു അല്ലെ, മൈക്രോസ്കോപ്പിക് നോസിൽസ് വഴി ഇങ്ക് സ്പ്രേ ചെയ്യുന്നു. ഓക്കെ, സോ തെർമൽ പ്രിന്റർ എന്താണ്? സെലക്റ്റീവ്ലി ഹീറ്റ് ചെയ്യുന്നു അല്ലെ. തെർമലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പേപ്പർ പാസ് ചെയ്യുന്ന സമയത്ത് അതിനെ സെലക്റ്റീവ്ലി ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന ഏരിയയിൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്താണ്? പിൻ യൂസ് ചെയ്യുന്നു അല്ലെ. റിബൺ ഉണ്ടായിരിക്കും, ഒരു പ്രിന്റർ ഹെഡ് ഉണ്ടായിരിക്കും, റിബൺ ഉണ്ടായിരിക്കും. പിൻസ് യൂസ് ചെയ്ത് ഡയറക്റ്റ് ഇമ്പാക്ട് വഴി ഇമേജ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം പേപ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, പ്രിന്റിംഗ് സ്പീഡ് എന്താണ്? 20 pages per minute, 6 pages per minute, 150 mm/second. ഒരു സെക്കൻഡിൽ ഇത്രയും ഏരിയയിൽ അത് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് 150 mm/second. ഓക്കെ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ 30 to 550 characters per second. ഓക്കെ, ഇനി ക്വാളിറ്റി എന്താണ്? ലേസർ പ്രിന്റേഴ്സ് ബെറ്റർ ക്വാളിറ്റി ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിനാണ് ബെസ്റ്റ്. ഓക്കെ, ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സ് ക്വാളിറ്റി ഗുഡ് ആണ്. സ്മോളർ ഫോൺസ് ആണ് എസ്പെഷ്യലി ഇങ്ക്ജെറ്റ് പ്രിന്റർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. തെർമൽ പ്രിന്റർ പുവർ ക്വാളിറ്റി ആണ്, ഇമേജസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ പുവർ ക്വാളിറ്റി ആണ്. പക്ഷെ ടെക്സ്റ്റ് നമുക്ക് നന്നായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്ന ആലോചിച്ചാൽ മതി. ടിക്കറ്റിൽ നമ്മൾ ഇമേജ്, ആ ടിക്കറ്റ് നമ്മൾ ഇമേജ് ആയിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ഇമേജ് വളരെ പുവർ ക്വാളിറ്റി ആയിരിക്കും, പക്ഷെ ടെക്സ്റ്റ് ഗുഡ് ക്വാളിറ്റി ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റും തെർമൽ പ്രിന്റേഴ്സിന്. ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ പുവർ ക്വാളിറ്റി ആണ് ഇമേജസിന്, പക്ഷെ ടെക്സ്റ്റിന് പ്രിന്റർ ക്വാളിറ്റി ഗുഡ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? സൗണ്ട് ഇല്ല, നമ്മുടെ ലേസർ പ്രിന്റേഴ്സിന് സൗണ്ട് ഇല്ല. ഫാസ്റ്റ് ആയിട്ട് ഹൈ ക്വാളിറ്റിയിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സിന് ക്വയറ്റ് ആണ്, ഹൈ പ്രിന്റ് ക്വാളിറ്റി ആണ്, നോ വാം അപ്പ് ടൈം ആണ്. അതുപോലെ തന്നെ ഡിവൈസ് കോസ്റ്റ് വളരെ ലെസ് ആണ്. ഓക്കെ, തെർമൽ പ്രിന്റേഴ്സിന് ക്വയറ്റ് ആണ്, ഫാസ്റ്റർ ആണ്, സ്മോളർ ആണ്, ലൈറ്റർ ആണ്, ലെസ് പവർ കൺസ്യൂം ചെയ്യുന്നു, പോർട്ടബിളും ആണ്. ഓക്കെ, ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ ചീപ്പർ ആണ്, കാർബൺ കോപ്പി കിട്ടും. ഓക്കെ, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? പേപ്പർ ജാം ഒരു ഇഷ്യൂ ആണ് നമ്മുടെ ലേസർ പ്രിന്റേഴ്സിൽ. ടോണർ എക്സ്പെൻസീവ് ആണ്, ഡിവൈസും എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇങ്ക്ജെറ്റിനാണെങ്കിൽ ഇങ്ക് നമ്മൾ പറഞ്ഞു, ഇങ്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. ഇങ്ക് വാട്ടർ പ്രൂഫ് അല്ല. പിന്നെ നോസിൽസിൽ ക്ലോഗിങ് വരാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, തെർമൽ പ്രിന്റേഴ്സ് സ്പെഷ്യൽ തെർമൽ ക്വാളിറ്റി, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പേപ്പർ വേണം. പിന്നെ പുവർ ക്വാളിറ്റി പ്രിന്റിംഗ് ആണ്, നമ്മൾ കൊണ്ട് ഇമേജസ് ഒന്നും പ്രിന്റ് ചെയ്യാൻ വേണ്ടി ബെറ്റർ ക്വാളിറ്റിയിൽ പറ്റില്ല. ഓക്കെ, ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ ഇനീഷ്യൽ പർച്ചേസ് എക്സ്പെൻസീവ് ആണ്, മെയിൻ്റനൻസ് എക്സ്പെൻസീവ് ആണ്, ഫാസ്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, നല്ല ശബ്ദം ഉണ്ടായിരിക്കും. ഓക്കെ, സോ അത്രയുമാണ് പ്രിന്റേഴ്സ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇനി വരുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ. സോ ഒരു ഹൈ ക്വാളിറ്റി ലാർജ് സ്കെയിൽ ഗ്രാഫിക്സും ഡ്രോയിങ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് പ്ലാൻസ്, എലിവേഷൻസ്, മാപ്പ്, ഗ്രാഫ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്ലോട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മാപ്പ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്, വലിയ പോസ്റ്റേഴ്സ്, ഓക്കെ, ഇതൊക്കെ പ്രിന്റ് ചെയ്യാൻ പ്ലോട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, ഡിസൈൻ ഓഫ് കാർസ്, ഷിപ്സ്, എയർക്രാഫ്റ്റ്, ബിൽഡിംഗ്, ഹൈവേ ഇങ്ങനെയുള്ള ഇതിന്റെയൊക്കെ ഡിസൈൻസിൽ നമുക്ക് പ്ലോട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് പ്ലോട്ടേഴ്സ് ഉണ്ട്.
ഒന്ന് ഡ്രം പ്ലോട്ടറും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും. ഓക്കെ, സോ ഡ്രം പ്ലോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ഡ്രം പ്ലോട്ടറിന് ഉള്ളത്. ഓൾസോ റോളർ പ്ലോട്ടർ എന്നും പറയുന്നുണ്ട്. ഇവിടെ ഒരു ഡ്രം അല്ലെങ്കിൽ റോളർ ഉണ്ടായിരിക്കും. ഓക്കെ, അവിടെയാണ് നമ്മൾ പേപ്പർ വെക്കുന്നത്. ഈ ഡ്രം ബാക്ക് ആൻഡ് ഫോർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ബാക്ക് ആൻഡ് ഫോർത്ത് റൊട്ടേഷൻ വഴിയാണ് പേപ്പറിൽ ഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇത് കൂടാതെ തന്നെ ഒരു ഡ്രോയിങ് ആമും കൂടെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ഡ്രം ബാക്ക് ആൻഡ് ഫോർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രോയിങ് ആം സൈഡ് ടു സൈഡ് മൂവ് ചെയ്യുന്നു. അങ്ങനെ സൈഡ് ടു സൈഡ് മൂവ് ചെയ്യുന്നതിലൂടെ ഇതിൽ നമുക്ക് ഡ്രോയിങ്സ് വരുത്താനും പറ്റുന്നു. ഓക്കെ, സോ അതാണ് ഡ്രം പ്ലോട്ടർ. ഇനി വരുന്നത് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ ആണ്. ഓക്കെ, ടേബിൾ പ്ലോട്ടർ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു സ്ഥലത്ത്, ഇതാണ് ഡയഗ്രാം, ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആണ്, രണ്ട് ഡ്രോയിങ് ആംസ് ഉണ്ടായിരിക്കും, സെറ്റ് ഓഫ് കളേർഡ് ഇങ്ക് പെൻസിൽ അല്ലെങ്കിൽ പെൻസിൽസ് ഉള്ള രണ്ട് ഡ്രോയിങ് ആംസ് ഉണ്ടായിരിക്കും. ഈ സ്റ്റേഷനറി ആയിട്ടുള്ള പേപ്പറിന് മുകളിലൂടെ ഡ്രോയിങ് ആംസ് മൂവ് ചെയ്തിട്ടാണ് ഇതിന് മുകളിൽ ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഗ്രാഫ്സ് വരയ്ക്കുന്നത്. ഓക്കെ, വെരി സ്ലോ ആണ്. ലാർജ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഡ്രോയിങ്സ് ക്യാൻ ടേക്ക് സെവറൽ ഹവേഴ്സ് ടു പ്രിന്റ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ഡ്രം പ്ലോട്ടറിനെ അപേക്ഷിച്ച് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ വളരെ സ്ലോ ആയിട്ടാണ് പേപ്പറിനുള്ളിൽ ഗ്രാഫ്സ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് 3D പ്രിന്റർ. ഓക്കെ, 2023 ഇന്ത്യയിൽ ഒരു 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കർണാടകയിൽ കൺസ്ട്രക്ട് ചെയ്തിരുന്നു. ഇന്ത്യയിലെ ഫസ്റ്റ് 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് ഇൻ കർണാടക 2023. സോ എങ്ങനെയാണ് നമ്മളൊരു ഇപ്പൊ ഇതിലൊരു ബോളിന്റെ എക്സാമ്പിൾ ഉണ്ട്. സോ എങ്ങനെ എനിക്ക് ഈ ബോൾ 3D പ്രിന്റർ ചെയ്യാൻ പറ്റും? ഓക്കെ, സോ ഞാനൊരു 3D പ്രിന്റർ ചെയ്യേണ്ട വസ്തുവിന്റെ 3D മോഡൽ എടുക്കുന്നു. എന്നിട്ട് അതിനെ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് മൾട്ടിപ്പിൾ ഹൊറിസോണ്ടൽ ലെയേഴ്സ് ആയിട്ട് സ്ലൈസ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ സ്ലൈസ് ചെയ്ത ശേഷം നമ്മൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് പിന്നെ പ്രിന്റിങ് നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഇന്ത്യയിലെ ഫസ്റ്റ് 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിൽ മൊത്തം ബിൽഡിങ്ങിന് പല ഹൊറിസോണ്ടൽ ലെയേഴ്സ് ആയിട്ട് സ്ലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഓരോ ലെയറും ലെയർ ബൈ ലെയർ ആയിട്ട് 3D പ്രിന്റർ ഉപയോഗിച്ചിട്ട് ഡിഫറെന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ആ വീഡിയോ കണ്ടതിന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, it can print anything from ceramic cups to plastic toys, metal machine parts, stoneware vessels. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ 3D പ്രിന്റർ വഴി പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടലി ടൈനി ലിറ്റിൽ ലെയേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, സ്ലൈസ് ചെയ്യുന്നു, അതിനെ ലെയർ ബൈ ലെയർ ആയിട്ട് പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, അത്രയാണ് 3D പ്രിന്ററിലുള്ളത്. ഇനി ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമ്മൾ നേരത്തെ മൈക്രോഫോൺ കണ്ടിരുന്നു. മൈക്രോഫോണിൽ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് വേവ്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, സോ സ്പീക്കറിലും നമുക്ക് ഡയഫ്രം ഉണ്ട്. സോ ഈ ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസിന്റെ എക്സാമ്പിൾ ആണ് സ്പീക്കർ. ഓക്കെ, അത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കമ്പ്യൂട്ടറിലേക്ക് ഓഡിയോ പോർട്സ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഡയഫ്രത്തിന്റെ മൂവ്മെന്റ് വഴിയാണ്, നേരത്തെ നമ്മൾ കണ്ടു, ഡയഫ്രത്തിന്റെ മൂവ്മെന്റ് വഴി തന്നെയാണ് മൈക്രോഫോണും സൗണ്ടിനെ ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഈ ഡയഫ്രം മൂവ് ചെയ്യുന്നതിലൂടെ സ്പീക്കർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 2.1, അപ്പോൾ ഓരോ പർപ്പസ് അനുസരിച്ച്. ഇപ്പൊ 2.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്മോൾ സാറ്റലൈറ്റ് സ്പീക്കർ ഉണ്ടായിരിക്കും. അത് മിഡ് ആൻഡ് ഹൈ ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു സിംഗിൾ സബ് വൂഫർ ഉണ്ടായിരിക്കും. സബ് വൂഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ 2.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്മോൾ സാറ്റലൈറ്റ് സ്പീക്കേഴ്സും ഒരു സബ് വൂഫർ ഉണ്ടായിരിക്കും. സോ 5.1 എന്ന് പറഞ്ഞാൽ 5 മെയിൻ സ്പീക്കേഴ്സും ഒരു സബ് വൂഫറും. 7.1 എന്ന് പറഞ്ഞാൽ 7 മെയിൻ സ്പീക്കേഴ്സും ഒരു സബ് വൂഫറും. സോ ഡിഫറെന്റ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ,
ഇനി ഈ ഇങ്ക് ഡിസ്പ്ലേ നിങ്ങൾ ആമസോണിന്റെ കിൻഡിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് റീഡേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം എക്സാക്ട് പേപ്പർ പോലെ ഉണ്ടാവും സ്ക്രീൻ കാണാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സ്ക്രീൻസ് ഒക്കെ എന്താണ്, അത് സ്ക്രീൻ പോലെയാണുള്ളത്, നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. പക്ഷെ റീഡിങ് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ പോലെ തന്നെയുള്ള റീഡേഴ്സ് ആണ് ഈ ഇങ്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇങ്ക് ഡിസ്പ്ലേസ്. ഓക്കെ, എന്താണ് ഡിഫറൻസ്? LCD അല്ലെങ്കിൽ OLED സ്ക്രീൻസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇവർ എമിസീവ് ആണ്. LCDയും OLED ഒക്കെ എമിസീവ് ആണ്. ഓക്കെ, അതായത് അവർ അവരുടെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. നമ്മൾ കണ്ടു അല്ലെ, ബാക്ക് ലൈറ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ LED-യിലൊക്കെ വരുന്ന സമയത്ത് പിക്സൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ഇൻഡിവിജ്വൽ LEDs ആണ്. സോ അവർ അവരുടെ തന്നെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഈ ഇങ്ക് ഡിസ്പ്ലേയിൽ വരുന്ന സമയത്ത് അവർ റിഫ്ലക്റ്റീവ് ആണ്. അതായത് ആംബിയന്റ് ലൈറ്റിനെ, എൻവയോൺമെന്റിൽ നിന്നുള്ള ആംബിയന്റ് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതിലൂടെ ഒരു ഫിസിക്കൽ ബുക്കിലെ, ഒരു ഫിസിക്കൽ പേജിന്റെ ഒരു അപ്പിയറൻസും വായിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഈ ഇങ്ക് ഡിസ്പ്ലേസിൽ കിട്ടും. ഓക്കെ, ആമസോൺ കിൻഡിൽ, കോബോ, റിമാർക്കബിൾ ടാബ്ലറ്റ്സ്, ഇതൊക്കെ ഈ ഇങ്ക് ഡിസ്പ്ലേസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, പ്രോസസ് ഇത്രയേ ഉള്ളൂ. ഇവരുടെ സ്ക്രീനിൽ കുറെ ടൈനി മൈക്രോ ക്യാപ്സ്യൂൾസ് ഉണ്ടായിരിക്കും. ഹ്യൂമൻ ഹെയറിന്റെ അത്രയും വിടുത്തുള്ള മൈക്രോ ക്യാപ്സ്യൂൾസ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഉള്ളില് ഒരു ക്ലിയർ ഫ്ലൂയിഡില് ചെറിയ പാർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് പാർട്ടിക്കിൾസ് ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് പാർട്ടിക്കിൾസും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള വൈറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഞാൻ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർ റീഅറേഞ്ച് ചെയ്യും. ഓക്കെ, നെഗറ്റീവ് ഫീൽഡ് എന്ത് ചെയ്യും? വൈറ്റ് പാർട്ടിക്കിൾസിനെ ടോപ്പിലേക്ക് പുഷ് ചെയ്യും, ബ്ലാക്ക് പാർട്ടിക്കിൾസിനെ ബോട്ടം അതിലേക്ക് പുൾ ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നടക്കും. അപ്പൊ ഇങ്ങനെ ഇതിനെ റീഅറേഞ്ച് ചെയ്യുന്നതിലൂടെയാണ് ഇതിൽ ഫോണ്ട് അല്ലെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഈ റീഡറൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അത് നമ്മൾ പേജൊക്കെ മാറ്റുന്ന സമയത്ത് നമുക്കത് കാണാൻ പറ്റും. ലൈക്ക് ആ ഒരു റിഫ്രഷ് ടൈം കുറച്ചുകൂടി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന പോലെ ഒരു സംഭവം ഉണ്ടായിരിക്കും. സോ അത് ഈ പാർട്ടിക്കിൾസ് റീഅറേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് തിയറി ആയിട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിൽ നോക്കാനുള്ളത്. സോ ഇനി നമുക്ക് ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ഇൻപുട്ട് ഡിവൈസ്? ഏതാണ്? OMR ഉണ്ട്, പ്ലോട്ടർ ഉണ്ട്, പ്രിന്റർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്. ആൻസർ ഏതാണ്? OMR ആണ് ആൻസർ. ഓക്കെ, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഡിജിറ്റൈസർ ഈസ് എൻ ഇൻപുട്ട് ഡിവൈസ്, പ്ലോട്ടർ ഈസ് എൻ ഔട്ട്പുട്ട് ഡിവൈസ്, ജോയ്സ്റ്റിക് ഈസ് നോട്ട് എൻ ഇൻപുട്ട് ഡിവൈസ്. അപ്പോ പ്ലോട്ടർ എന്താണ്? പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, നമുക്കറിയാം അല്ലെ. ജോയ്സ്റ്റിക് ഈസ് നോട്ട് എൻ ഇൻപുട്ട് ഡിവൈസ്, തെറ്റല്ലേ? ജോയ്സ്റ്റിക് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ഏതാണ് വരുന്നത്? ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, പ്രിലിംസിന് വെച്ച ചോദ്യങ്ങളാണ്. ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് ചോദിച്ചിട്ടുണ്ട്? സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ, സ്കാനർ. ഏതാണ് ആൻസർ? സോറി, ഇസ് ആൻ ഇൻപുട്ട് ഡിവൈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പീക്കർ ഇൻപുട്ട് ഡിവൈസ് അല്ല, മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, സ്കാനർ ആണ് ഇവിടെ ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, സോ ഓപ്ഷൻ കൊടുത്ത് മാറിപ്പോയതായിരിക്കും. സോ നോട്ട് എ പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൗസ്, ട്രാക്ക് ബോർഡ്, ടച്ച് സ്ക്രീൻ, പഞ്ച് കാർഡ് റീഡർ. ഏതാണ് ആൻസർ? പഞ്ച് കാർഡ് റീഡർ ആണ് പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് അല്ലെ. മൗസ് പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ്, ട്രാക്ക് ബോർഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ്, ടച്ച് സ്ക്രീനും പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, മെയിൻസിന് ചോദിച്ച ചോദ്യമാണ് ഇന്റേണൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആർ ഹൗസ്ഡ് ഇൻ. ഓക്കെ, CPU, രജിസ്റ്റർ, പോർട്ട്, മദർ ബോർഡ്. ഏതാണ് ആൻസർ? മദർ ബോർഡ് ആണ് ആൻസർ. മദർ ബോർഡ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മദർ ബോർഡ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ജോയ്സ്റ്റിക് എന്താണ്? ജോയ്സ്റ്റിക് ഇൻപുട്ട് ഡിവൈസ് ആണോ, ഔട്ട്പുട്ട് ഡിവൈസ് ആണോ, മെമ്മറി ഡിവൈസ് ആണോ, സ്റ്റോറേജ് ഡിവൈസ് ആണോ? ആൻസർ എളുപ്പല്ലേ? ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലേ. ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണ്
നമ്മുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഏരിയയിൽ നിന്ന് ആക്ച്വലി മെമ്മറി ഡിവൈസ് എന്ന് പറഞ്ഞ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ്. ഓക്കെ, സോ വിച്ച് ഇസ് ദ കാറ്റഗറി ഓഫ് ഇമ്പാക്ട് പ്രിന്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇമ്പാക്ട് പ്രിന്റർ? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, PYQ ചോദിച്ചാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇ ബുക്ക് റീഡർ നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. എന്താണ് ടെക്നോളജി? ഇ ഇങ്ക് ആണ്. ഓക്കെ, ഇ ഇങ്ക് ആണ് ഇ ബുക്ക് റീഡറിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജി. ഓക്കെ, നോട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഹെഡ്ഫോൺ, മോണിറ്റർ, ജോയിസ്റ്റിക്. ഏതാണ് ആൻസർ? സി ആണ് ആൻസർ അല്ലേ? ഓപ്ഷൻ കുറച്ച് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. സോ പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലാത്തത് ജോയിസ്റ്റിക് ആണ്. ജോയിസ്റ്റിക് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഓക്കെ, സോ അത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് മോസ്റ്റ്ലി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ ലിസണിങ്, താങ്ക് യു ഫോർ വാച്ചിങ്.